بسم الله الرحمن الرحيم اقرأ باسم ربك الذي خلق خلق الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم كلا إن الإنسان ليطغى أن رآه استغنى إن إلى ربك الرجعى أرأيت الذي ينهى عبدا إذا صلى أرأيت إن كان على الهدى أو أمر بالتقوى أرأيت إن كذب وتولى ألم يعلم بأن الله يرى كلا لئن لم ينته لنسفعا بالناصية ناصية كاذبة خاطئة. السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പരിചയപ്പെടുത്തി, നിങ്ങൾ അലിഫ് ലാം മീം എന്ന് പറയുമ്പോൾ അത് യഥാർത്ഥത്തിലൊരു പദമല്ല, അതൊരക്ഷരമല്ല, നേരെ മറിച്ച് 3 അക്ഷരങ്ങൾ കൂടി ചേർന്നതാണ്. അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫുൻ വലിക്കുല്ലി ഹർഫിൻ അശ്റത്തു അംസാലിഹ. വിശുദ്ധ ഖുർആനിലെ എളുപ്പത്തിൽ എല്ലാവർക്കും പറയാവുന്ന സൂറത്തുൽ ബഖറയുടെയും അതുപോലെ തത്തുല്യമായ ചില സൂറത്തുകളുടെ ആരംഭത്തിലുമുള്ള ഒരു പദമാണ് അലിഫ് ലാം മീം. അങ്ങനെ 3 അക്ഷരങ്ങൾ ഖുർആനിൽ നിന്ന് മൊഴിയുമ്പോൾ ആ 3 അക്ഷരങ്ങൾക്കുള്ള പ്രതിഫലം 30 അക്ഷരങ്ങളായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ നിരന്തരമായി ഖുർആനുമായി ബന്ധം സ്ഥാപിക്കുകയും അത് പഠിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് എത്രയാണ് പ്രതിഫലം അവർക്ക് കൊയ്തെടുക്കാൻ സാധിക്കുക എന്ന് ഇതിൽ നമുക്ക് മനസ്സിലാക്കാം. മരണാനന്തര ജീവിതത്തിൽ അള്ളാഹുവിന്റെ മുമ്പിൽ വിശുദ്ധ ഖുർആനുമായി കൂടുതൽ ബന്ധപ്പെട്ട ആളുകളെ ഹാജരാക്കുന്ന സന്ദർഭത്തിൽ വിശുദ്ധ ഖുർആൻ പഠിക്കുകയും മനഃപ്പാഠമാക്കുകയും അതുമായി ബന്ധങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തിട്ടുള്ള ആളുകൾക്ക് അവിടെ അതിനനുസരിച്ച് പദവികൾ ഉയർത്തപ്പെടുന്നതാണ് എന്നാണ് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അവനോട് അവന്റെ ഖുർആനിനുള്ള ആ പരിജ്ഞാനം അവിടെ പരിശോധിക്കുകയും അത് പാരായണം ചെയ്യാൻ ആവശ്യപ്പെടുകയും അങ്ങനെ ആ പാരായണത്തിന്റെ ഏറ്റവും ഒടുവിൽ അത്രയും പദവി മുകളിലേക്ക് ഉയർന്നു പോകുവാനും ആ പദവിയിൽ താമസിക്കുവാനും ഖുർആൻ അറിയുന്നവരോട്, ഖുർആൻ മനഃപ്പാഠമാക്കിയവരോട് ആവശ്യപ്പെടുമെന്നാണ് ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പൊ ഇത്രയും വലിയ മഹത്തായ പ്രതിഫലം പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള ഒരു സാലിഹായ അമലാണ് ഖുർആനുമായി നമ്മൾ പരിചയപ്പെടുന്നതും ഖുർആൻ പഠിക്കുന്നതും ഖുർആൻ മനഃപ്പാഠമാക്കുന്നതും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. എന്ന് മാത്രമല്ല, വളരെ വിഷമിച്ചുകൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ട് ഖുർആൻ പഠിക്കുന്നത് പോലും അവർക്ക് 2 കൂലിയുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അതായത് വല്ലദീ യഖറഉൽ ഖുർആന വഹുവ മാഹിറുൻ ഫീഹി ഉലൈക മഅ സഫറത്തിൽ കിറാം അൽ ബററ. വളരെ വിദഗ്ധമായി അതിന്റെ പ്രമാണങ്ങൾ പഠിച്ചുകൊണ്ട്, ലക്ഷ്യങ്ങൾ പഠിച്ചുകൊണ്ട്, അതിന്റെ നിയമങ്ങളൊക്കെ പാലിച്ച് ഖുർആൻ ഭംഗിയായി വിദഗ്ധമായി പാരായണം ചെയ്യുന്നവൻ, അവന്റെ സ്ഥാനം യഥാർത്ഥത്തിൽ ഈ അള്ളാഹുവിന്റെ അടുക്കൽ വിധികൾ എഴുതിക്കൊണ്ടിരിക്കുന്ന മലക്കുകളുടെ, ഉന്നതമായ മലക്കുകളുടെ സ്ഥാനത്താണ്. എന്നാൽ വല്ലദീ യഖറഉൽ ഖുർആന വഹുവ യതതഅതഉ ഫീഹി വലഹു അജ്റാൻ. എന്നാൽ വളരെ വിഷമിച്ചുകൊണ്ട് അക്ഷരങ്ങൾ പെറുക്കിയെടുത്ത് അത് കൂട്ടി ഘടിപ്പിച്ച് പാരായണം ചെയ്യുന്ന, അതിനുവേണ്ടി വിഷമിക്കുന്ന, പ്രയാസം അനുഭവപ്പെടുന്നവന് 2 പ്രതിഫലമുണ്ട്. ഖുർആൻ ഓതുന്ന കൂലിയുമുണ്ട്, അതിനായി അവൻ സാഹസപ്പെടുന്ന ആ പ്രയാസത്തിനും പടച്ച തമ്പുരാൻ കൂലി കൊടുക്കുമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ നിലക്ക് ഖുർആനുമായി എങ്ങനെയെങ്കിലും ആളുകളെ ബന്ധപ്പെടുത്തുകയും അത് അവരുടെ ജീവിതത്തിന്റെ ഒരു ചര്യയായി, സ്വഭാവമായി ഖുർആനുമായിട്ടുള്ള ബന്ധത്തെയും അതിന്റെ പഠനത്തെയും ആക്കി മാറ്റുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിൽ എല്ലാ അർത്ഥത്തിനുമുള്ള ബർക്കത്തുകൾ, അനുഗ്രഹങ്ങൾ ഉണ്ടാകും.
നിങ്ങൾ കണ്ടിട്ടില്ലേ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹാബാക്കളിൽ പല അനുഭവങ്ങളും ഹദീസുകളിൽ ഉദ്ധരിക്കപ്പെടുന്നുണ്ട്. അവർ ഖുർആൻ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന അവസരത്തിൽ, അങ്ങനെയുള്ള ഒരു അവസരത്തിൽ ഒരു സഹാബി ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഒരു മൃഗം അത് ആ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് അത് കേട്ട് അതിന്റെ ഇളക്കവും അതിന്റെ ശരീര ചലനങ്ങളും കണ്ടപ്പോൾ എന്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് വിശുദ്ധ ഖുർആന്റെ പ്രത്യേകതയാണ്, അത് കേട്ടുകൊണ്ടാണ് അതിന് ഇളക്കമുണ്ടാകുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നമുക്ക് കാണാൻ സാധിക്കും. ഈ വിശുദ്ധ ഖുർആന്റെ അത്ഭുതം എന്ന് പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വചനം വിശുദ്ധ ഖുർആൻ നമുക്കൊക്കെ ചരിത്രം അറിയുന്നത് പോലെ തന്നെ 23 വർഷങ്ങളിൽ വിവിധ ഘട്ടങ്ങളിൽ വിവിധ സ്ഥലങ്ങളിൽ വിവിധ സന്ദർഭങ്ങളിൽ വിവിധ കാരണങ്ങൾക്ക് അനുഗുണമായിട്ടാണ് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇങ്ങനെ പല സന്ദർഭങ്ങളിലായി അവതരിപ്പിക്കപ്പെട്ട ഈ വേദഗ്രന്ഥം പല രൂപത്തിലായി പല സന്ദർഭങ്ങളിലായി പല സമയങ്ങളിലായി പല സംഭവങ്ങൾക്ക് അനുഗുണമായി അവതരിപ്പിക്കപ്പെട്ട ഈ ഗ്രന്ഥം, അതിലെ ഒരു അക്ഷരങ്ങളോ ഒരു വാക്കുകളോ ആശയങ്ങളോ യാതൊരു മാറ്റവും വരാതെ ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട ഭാഷ നമ്മളിന്ന് പരിശോധിക്കുകയാണെങ്കിൽ നമുക്കറിയാം, അറബി ഭാഷയിലാണ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത്. വേദഗ്രന്ഥങ്ങൾ ആയി അറിയപ്പെടുന്ന വേദങ്ങളൊക്കെ, മറ്റ് ഭാഷകളിൽ അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥങ്ങളൊക്കെ അതിന്റെ യഥാർത്ഥ സ്വഭാവത്തിൽ നിന്ന് കൃത്രിമമായി അത് ദുർബലപ്പെട്ടു പോവുകയോ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാവുകയോ അത് ഉപയോഗിക്കപ്പെട്ട അവതരണത്തിന് ഉപയോഗിക്കപ്പെട്ട ഭാഷകൾ തന്നെ ലോകത്ത് ഇന്ന് സജീവമായി നിലനിൽക്കുന്നില്ല. ഈ കാര്യം നമുക്കറിയാവുന്ന വസ്തുതയാണ്. അപ്പോൾ തൗറാത്ത് അവതരിപ്പിക്കപ്പെട്ട ഹിബ്രു ഭാഷയോ അതുപോലെ തന്നെ ഇഞ്ചീലിന്റെ ഭാഷയോ അതുപോലെ തന്നെ മറ്റ് അതിന് മുമ്പുള്ള വേദഗ്രന്ഥങ്ങളോ ഒന്നും തന്നെ വ്യക്തമായി വിശ്വാസയോഗ്യമായ നിലക്ക്, കൃത്രിമങ്ങൾ കടന്നുകൂടാത്ത നിലക്ക് ഇന്ന് ഇവിടെ അവശേഷിക്കുന്നില്ല. ഈ കാര്യം അതിന്റെ ആളുകൾ തന്നെ സമ്മതിക്കുന്നതാണ്. കാരണം ഈ ലോകത്ത് ഏറ്റവും വലിയ മതവിഭാഗമായ ക്രിസ്തു സമുദായം അവരവകാശപ്പെടുന്ന ആ മതവിശ്വാസത്തിന്റെ പ്രമാണം എന്ന നിലക്ക് അവർ അവകാശപ്പെടുന്ന ബൈബിൾ, അത് തന്നെ യേശു ക്രിസ്തുവിന് അവതരിപ്പിക്കപ്പെട്ട, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അവതരിപ്പിക്കപ്പെട്ട ഇഞ്ചീൽ അഥവാ ബൈബിൾ എന്ന ഗ്രന്ഥം അദ്ദേഹത്തിന്റെ മരണശേഷം, അതിന്റെ പതിറ്റാണ്ടുകൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങൾ എഴുതിയുണ്ടാക്കിയതാണ്. മാർക്കോസിന്റെയും യോഹന്നാന്റെയും അതുപോലെയുള്ള സുവിശേഷങ്ങൾ അടങ്ങുന്നതാണ് യഥാർത്ഥത്തിൽ ഇന്ന് നമ്മുടെ മുമ്പിൽ കാണുന്ന ഈ ബൈബിൾ. അത് തന്നെ അത് അവതരിപ്പിക്കപ്പെട്ട ഭാഷയിൽ നിന്ന് മാറി അത് മറ്റ് ഭാഷകളിലേക്ക് രൂപാന്തരം ചെയ്യപ്പെട്ടു, അവിടുന്ന് വേറെ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു. അങ്ങനെ യഥാർത്ഥത്തിൽ ഇന്ന് അവതരിപ്പിക്കപ്പെട്ട ഭാഷ പോലും ജനങ്ങൾ ഉപയോഗിക്കുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഒരുപാട് മതവേദ ഗ്രന്ഥങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ സംസ്കൃത ഭാഷയിലാണ് അവിടെയുള്ള മതവേദ ഗ്രന്ഥങ്ങൾ, രാമായണവും അതുപോലെ തന്നെ മഹാഭാരതവും ഇതുപോലെയുള്ള മതഗ്രന്ഥങ്ങൾ എന്ന് പറഞ്ഞ് ആളുകൾ ബഹുമാനിക്കുകയും ആദരിക്കുകയും അറിയപ്പെടുകയും ചെയ്യുന്ന വേദഗ്രന്ഥങ്ങൾ. ആ സംസ്കൃത ഭാഷയെക്കുറിച്ച് നമുക്കറിയാം, ജനങ്ങളുടെ ഇടയിൽ വ്യവഹാര ഭാഷയെ അല്ല, അത് കേവലം ചില പണ്ഡിതന്മാരായ ആളുകൾക്ക് മാത്രം അറിയുന്നതും ഒരു സ്മരണ എന്നോണം അതല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള അതിനെ നിലനിർത്തുവാൻ വേണ്ടി ധാരാളം പണവും സർക്കാരിന്റെ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അതിനെ നിലനിർത്താൻ വേണ്ടി കഠിനമായ അക്ഷീണമായ പരിശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ജനങ്ങളുടെ സാധാരണ ജീവിതവുമായി ആ ഭാഷയ്ക്ക് ബന്ധമൊന്നുമില്ല. എന്നാൽ അറബി ഭാഷ അങ്ങനെയല്ല. വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട ഈ ഭാഷ ഒരു വലിയ ഒരളവോളം ഇന്ന് വലിയ ലോകത്തിലൊരു വലിയ ജനവിഭാഗങ്ങളുടെ സാധാരണ ഭാഷയാണ്. അവരുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട അവരുടെ വ്യവഹാരങ്ങളും അവരുടെ കച്ചവടങ്ങളും അവരുടെ ജീവിതവും എല്ലാം നിലനിർത്തി പോകുന്നത് ഈ ഭാഷയിലാണ്. മാത്രമല്ല, വളരെയധികം വ്യക്തമായി ലോകത്ത് അംഗീകരിക്കപ്പെട്ട ഏറ്റവും സമൃദ്ധമായ ഭാഷകളിൽ ഒന്നായി ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചൊരു ഭാഷയാണ് ഇന്ന് അറബി ഭാഷ. 36-ലധികം രാജ്യങ്ങൾ അതിന്റെ മാതൃഭാഷയായിട്ട് ആ ഭാഷ ഉപയോഗിക്കുന്നു. ധാരാളക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങൾ ആ ഭാഷ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത്രയും സജീവമായി ലോകത്ത് മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട് ഒരു വേദഗ്രന്ഥത്തിന്റെ ഭാഷ നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് വിശുദ്ധ ഖുർആന്റെ പ്രത്യേകതയാണ്. തൻസീലും മിർ റബ്ബിൽ ആലമീൻ നസല ബിഹിർ റൂഹുൽ അമീൻ അലാ ഖൽബിക ലിതകൂന മിനൽ മുൻദിരീൻ ഫീ ലിസാനിൻ അറബിയ്യിൻ മുബീൻ.
വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യത്തെക്കുറിച്ച് പറയുന്നത് വഇന്നഹു തൻസീലു റബ്ബിൽ ആലമീൻ, ഇത് ലോക രക്ഷിതാവായ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥമാണ്. നസല ബിഹിർ റൂഹുൽ അമീൻ, അത് ആ വഹ്യ് താങ്കൾക്ക് കൊണ്ടുവന്നിട്ടുള്ളത് വിശ്വസ്തനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്ന മലക്കാണ്. അലാ ഖൽബിക ലതകൂന മിനൽ മുൻദിരീൻ, മാനവ ലോകത്തിന് മുന്നറിയിപ്പ് നൽകുന്നതിന് വേണ്ടി, അവർക്ക് ജീവിതത്തിന്റെ വിജയത്തിന് ആധാരമായ പ്രമാണങ്ങൾ ഓതിക്കൊടുക്കുവാനും നേരായ വഴിയിലേക്ക് അവരെ ക്ഷണിക്കുവാനും അതിന് അവർ സമ്മതം മൂളുന്നില്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന ഭയാനകമായ ജീവിതനാശത്തെക്കുറിച്ച് അവർക്ക് മുന്നറിയിപ്പ് നൽകുവാനുമാണ് താങ്കൾ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. ബിലിസാനിൻ അറബിയ്യിൻ മുബീൻ, വ്യക്തമായ അറബി ഭാഷയിലാണ് ഈ ഗ്രന്ഥം അവതരിപ്പിക്കപ്പെട്ടത്. അപ്പോൾ വളരെ മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ഭാഷകളിൽ ഒന്നാണ് അറബി ഭാഷ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം, അറബി ഭാഷയെ സംബന്ധിച്ച് അതിന്റെ സാഹിത്യ ഭംഗി, അതിലുള്ള പര്യായ പദങ്ങളെക്കുറിച്ച്, അതിന്റെ സമ്പന്നതയെക്കുറിച്ച് ഇന്ന് ലോകത്തിന് യാതൊരു സംശയവുമില്ല. ആ നിലക്ക് വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ച ഭാഷകൾ തന്നെ അത്ഭുതമാണ്. അങ്ങനെ വിശുദ്ധ ഖുർആനിൽ ഉപയോഗിക്കപ്പെട്ട ആ വിശുദ്ധ ഖുർആൻ അവതരണത്തിനായി ഉപയോഗിക്കപ്പെട്ട ഭാഷകൾ, ആ ഭാഷയിൽ വന്നിട്ടുള്ള പ്രയോഗങ്ങൾ തന്നെ അത്ഭുതമാണ്. കാരണം ഓരോന്നിന്റെയും സാഹിത്യ ഭംഗിയും അതിന്റെ സ്ഥലത്ത് അത് ഉപയോഗിച്ച വാക്കുകളുമൊക്കെ ഇന്ന് അത്ഭുതപ്പെടുത്തുമാറ് പിന്നെ ആ കാലഘട്ടങ്ങളിൽ, അവതരണ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ഭാഷാ വിദഗ്ധന്മാരെയും പിന്നീടുള്ള ഭാഷാ വിദഗ്ധന്മാരെയും എല്ലാം അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അത് നിലനിൽക്കുന്നു. വിശുദ്ധ ഖുർആനിൽ കാണാം കഅന്നഹും ഹുമുറുൻ മുസ്തൻഫിറ ഫറത്ത് മിൻ കസ്വറ എന്നൊരു പ്രയോഗം. കഅന്നഹും ഹുമുറുൻ മുസ്തൻഫിറ, അവരെ വിരട്ടി ഓടിക്കപ്പെട്ട കഴുതകളെ പോലെ. ഫറത്ത് മിൻ കസ്വറ, കസ്വറയിൽ നിന്ന് രക്ഷപ്പെട്ടോടുന്ന, പേടിച്ചോടുന്ന കഴുതകളെ പോലെ, സിംഹത്തെ കണ്ടോടുന്ന കഴുതകളെ പോലെ. അഥവാ ഈ സന്മാർഗത്തിലേക്കുള്ള ക്ഷണം കിട്ടിയിട്ടും സത്യസന്ധമായ ഈ ഇസ്ലാമിക പ്രബോധനത്തിന്റെ മുമ്പിൽ അത് സ്വീകരിക്കാതെ വിരണ്ടോടുന്ന അവിശ്വാസികളെക്കുറിച്ചും നിഷേധികളെക്കുറിച്ചുമാണ് ഖുർആൻ അങ്ങനെ പ്രയോഗിച്ചത്. പക്ഷേ അവിടെയുള്ള ആ ഭാഷാപ്രയോഗം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എത്ര പര്യായ പദങ്ങൾ സിംഹത്തിന് യഥാർത്ഥത്തിൽ അറബി ഭാഷയിലുണ്ട്. 256 പര്യായ പദങ്ങൾ സിംഹത്തിനുണ്ടെന്നാണ് ഇതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ പറയുന്നത്. അത്രമാത്രം പര്യായ പദങ്ങളുള്ള ഒരു ജീവി. അതിന് കാന്നഹും ഹുമുറും മുസ്തൻഫിറ ഫറത്ത് മിൻ കസ്വറ, അങ്ങനെ ഹുമുറും മുസ്തൻഫിറ എന്ന പദത്തോട് അനുയോജ്യമായി സിംഹത്തിന്റെ ഒരു പര്യായ പദം അവിടെ ഉപയോഗിക്കുകയും അങ്ങനെ ആ ഭാഷാപരമായ അതിന്റെ കോർവയും അതിന്റെ ചമൽക്കാരവും അതിന്റെ ഭംഗിയും അവിടെ ഊട്ടിയുറപ്പിക്കപ്പെടുകയുമാണ്. ഇങ്ങനെ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ഭാഷാപരമായ ഒരു ന്യൂനത വിശുദ്ധ ഖുർആനിൽ കണ്ടെത്തുവാൻ ആളുകൾക്ക് സാധിച്ചിട്ടില്ല. അപ്പോ അതേ പ്രകാരം തന്നെ ഈ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട ആ സന്ദർഭത്തിലുള്ള ജീവിതത്തിൽ ജനങ്ങളുടെ അവസ്ഥ നിങ്ങൾക്കറിയാം. അത് തികച്ചും നിരക്ഷരരായ, ഒരു തരത്തിലുള്ള ഭൗതിക വിദ്യാഭ്യാസം നേടിയിട്ടില്ലാത്ത ഒരു വലിയ സമൂഹത്തിന്റെ മുമ്പിലാണ്. ഒറ്റപ്പെട്ട ആളുകൾക്ക് എഴുത്തറിയാവുന്ന, കുറഞ്ഞ ആളുകൾ, വിരലിലെണ്ണാവുന്ന ചില ആളുകൾ എഴുത്തും വായനയും അറിയാവുന്നവർ ഉണ്ടായിരുന്നെങ്കിലും മൊത്തം സമൂഹത്തിന്റെ സ്ഥിതി അവർ നിരക്ഷരരാണെന്നാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന എന്നാ ഉപയോഗിച്ചത്. അക്ഷരജ്ഞാനമില്ലാത്ത, എഴുത്തും വായനയും അറിയാത്ത ഉമ്മീയങ്ങളായ അവിടെ അക്ഷരജ്ഞാനമില്ലാത്ത ആളുകൾക്കാണ് അത് ആളുകളിലാണ് അത് അവതരിപ്പിക്കപ്പെട്ടത്. അപ്പോ ഈ അക്ഷരജ്ഞാനമില്ലാത്ത ജനങ്ങൾക്ക് അക്ഷരജ്ഞാനമില്ലാത്ത ഒരാളാണ് ഈ ഗ്രന്ഥവുമായി വരുന്നത്. അഥവാ ഈ ഗ്രന്ഥം അവതരിപ്പിച്ചു കൊടുത്തത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെങ്കിലും വിധത്തിൽ വായന അറിയുന്ന ആളോ അല്ല, എഴുത്തറിയുന്ന ആളോ അല്ല. ഈ കാര്യം ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. വിശുദ്ധ സൂറത്തുൽ അറാഫിന്റെ 157 വചനത്തിൽ കാണാം, അല്ലദീന യത്തബിഊന റസൂലൻ നബിയ്യൽ ഉമ്മിയ്യല്ലദീന യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫിത് തൗറാത്ത് വൽ ഇൻജീൽ. അവരെ പിൻപറ്റുന്നത് അല്ലദീന യത്തബിഊന റസൂലൻ നബിയ്യൽ ഉമ്മിയ്യ, അക്ഷരജ്ഞാനമില്ലാത്ത, എഴുത്തും വായനയും അറിയാത്ത ഒരു നബിയെയാണ്, ഒരു പ്രവാചകനെയാണ് അവർ പിൻപറ്റുന്നത്. അല്ലദീന യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫിത് തൗറാത്തി വൽ ഇൻജീൽ. മാത്രമല്ല ഇതേ സ്വഭാവത്തിൽ എഴുത്തും വായനയും അറിയാത്ത നിരക്ഷരനായ ഒരു പ്രവാചകനാണ് ഇദ്ദേഹം, ഈ വരാൻ പോകുന്ന നബി എന്ന് അവരുടെ പൂർവ്വവേദഗ്രന്ഥങ്ങളായ തൗറാത്തിലും ഇൻജീലിലും രേഖപ്പെട്ട് കിടക്കുന്ന വസ്തുതയാണ്. അവർക്കതറിയാം. അതുപോലെ പരിശോധിക്കാൻ തയ്യാറുണ്ടെങ്കിൽ യാതൊരു വിധത്തിലുള്ള ഭൗതികമായ വിജ്ഞാനങ്ങളും ഏതെങ്കിലും ഒരു പള്ളിക്കൂടത്തിൽ പോവുകയോ അധ്യാപകന്റെ അടുക്കൽ നിന്ന് പഠിക്കുകയോ ഏതെങ്കിലും ഒരു സാംസ്കാരിക നിലയത്തിൽ താമസിച്ച് കാര്യങ്ങൾ കേട്ടുപഠിക്കുകയോ ഒന്നും ചെയ്ത ആളല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം.
നേരെ മറിച്ച് ആ നാട്ടിൽ സാധാരണ പോലെ ജീവിച്ചു. അദ്ദേഹത്തിന് പേര് വായിക്കാൻ അറിഞ്ഞുകൂടാ, എഴുതാൻ അറിഞ്ഞുകൂടാ, അദ്ദേഹത്തിന്റെ അങ്ങനെയുള്ള യാതൊരു വിദ്യാഭ്യാസവും നേടിയിട്ടില്ലാത്ത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തിന് മുഴുവൻ മഹാ അത്ഭുതമാകുമാറ് കുറെ നന്മകൾ അദ്ദേഹം വിശദീകരിക്കുന്നു. അത് പിൻപറ്റണമെന്ന് ആവശ്യപ്പെടുന്നു. കുറെ തിന്മകൾ വെടിയണമെന്ന് ആവശ്യപ്പെടുന്നു. ആ തിന്മകൾ സമൂഹത്തിന് എല്ലാ അർത്ഥത്തിലും അവർക്ക് ദോഷമുണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് അത് ഉപേക്ഷിക്കണമെന്നും അത് വെടിയണമെന്നും അവരോട് പറയുന്നു. ഈ കാര്യം വിശുദ്ധനായി എടുത്തു പറയുന്നു. യഅ്മുറുഹും ബിൽ മഅറൂഫ് വയൻഹാഹും അനിൽ മുൻകർ. നന്മ അവരോട് കൽപ്പിക്കുന്നു, നിഷിദ്ധമായ തിന്മ വെടിയണമെന്ന് അവരോട് ആവശ്യപ്പെടുന്നു. വയുഹില്ലു ലഹുമുത് തയ്യിബാത്ത്. അവരുടെ പ്രകൃതത്തിനും ശരീരത്തിനും അവരുടെ മനുഷ്യപ്രകൃതങ്ങൾക്കും അനുയോജ്യമായിട്ടുള്ള ഉത്തമമായ സാധനങ്ങൾ എന്തുണ്ടോ അതെല്ലാം അവർക്ക് അനുവദിച്ചു കൊടുക്കുന്നു. വയുഹർരിമു അലൈഹിമുൽ ഖബായിസ. ആ മനുഷ്യവർഗത്തിന് ദോഷമായി ബാധിക്കുന്ന, അപകടമായി തീരുന്ന, അവരുടെ വർഗത്തിന് തന്നെ വിപത്തായി തീരുന്ന എന്തെല്ലാം സ്വഭാവങ്ങളുണ്ടോ, എന്തെല്ലാം ആഹാരങ്ങളുണ്ടോ, എന്തെല്ലാം സംസ്കാരങ്ങളുണ്ടോ, എന്തെല്ലാം ജീവിത രീതികളുണ്ടോ അതൊക്കെ അവർക്ക് വിലക്കുന്നു. വയളഅൻഹും ഇസ്റഹും വൽ അഗ്ലാൽ ലത്തി കാനത് അലൈഹിം. അവരുടെ ഭാരങ്ങൾ ഇറക്കി വെക്കുകയും അവർ സ്വയം മതത്തിലുണ്ടാക്കിയ ചങ്ങലക്കെട്ടുകൾ അവരിൽ നിന്ന് അഴിച്ചു മാറ്റുകയും ചെയ്തുകൊണ്ട് വല്ലദീന ആമനു ബിഹി വഅസ്സറൂഹു വനസറൂഹു വത്തബഉ നൂറല്ലദീ ഉൻസില മഅഹു ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. അങ്ങനെ അദ്ദേഹത്തിൽ വിശ്വസിക്കുകയും അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കുകയും അദ്ദേഹത്തെ ശക്തിപ്പെടുത്തുകയും അദ്ദേഹത്തിന് ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും അദ്ദേഹത്തിന്റെ കൂടെ അവതരിപ്പിക്കപ്പെട്ട ആ സത്യപ്രകാശം അത് പിൻപറ്റുകയും ചെയ്യുന്ന ആളുകൾ അവരാണ് വിജയിച്ചവർ. ഇവിടെ വളരെ വ്യക്തമായി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മിയായ ഒരു പ്രവാചകനാണ്. പക്ഷേ ഉമ്മിയായ പ്രവാചകൻ അദ്ദേഹം കൊണ്ടുവന്ന ജനങ്ങൾക്ക് ഓതിക്കൊടുക്കുന്ന മഹാത്ഭുതകരമായ ജ്ഞാനത്തിന്റെയും വിജ്ഞാനത്തിന്റെ എല്ലാ ശാഖകളിലും ഉയർന്ന വിധാനത്തിലെത്തിയിട്ടുള്ള ആ സമൂഹത്തിന്റെ സ്വന്തം കണ്ടെത്താനോ വിചാരിക്കാനോ ആലോചിക്കാനോ പറ്റാത്ത കാര്യങ്ങളാണ്. അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട് പറയാൻ. അപ്പോൾ അദ്ദേഹം ആ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിക്കൊടുക്കുന്ന വചനങ്ങളിലെ അത്ഭുതകരമായ കാര്യങ്ങൾ, ആകാശ ഭൂമികളുടെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച രഹസ്യങ്ങൾ, മനുഷ്യ ശരീരത്തിന്റെ അത്ഭുതകരമായ കാര്യങ്ങൾ, ആ മനുഷ്യ സമൂഹത്തിന്റെ സൃഷ്ടിപ്പ്, അതിന്റെ ക്രമപ്രബുദ്ധമായ വളർച്ച, അതിന്റെ ഭ്രൂണം, അത് സൂക്ഷിക്കപ്പെടുന്ന കേന്ദ്രം, അങ്ങനെ അതിന് ഭദ്രമായ അറ, അതുപോലെ തന്നെ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വിശുദ്ധ ഖുർആനിൽ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന വസ്തുതകളാണ്. ഇതൊക്കെ എങ്ങനെയാണ് ഒരു മരുഭൂമിയിൽ യാതൊരുവിധ വിജ്ഞാന ശാഖകളിലും മുൻപ് ബന്ധപ്പെട്ടിട്ടില്ലാത്ത ഒരു മനുഷ്യന് ഓതിക്കൊടുക്കുമ്പോൾ അവിടെ അതാണ് ഇന്ന് യഥാർത്ഥത്തിൽ അത്ഭുതകരമായി വിദ്യാഭ്യാസമുള്ളവരെയും പണ്ഡിതന്മാരെയും ശാസ്ത്രജ്ഞന്മാരെയും അറിവുള്ളവരെയും ലോകത്ത് ചിന്തിക്കുന്നവരെയും ഗവേഷണം നടത്തുന്നവരെയും അത്ഭുതപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെയാണ് അവർ ഗ്രന്ഥങ്ങളും പല ഗവേഷണ ഗ്രന്ഥങ്ങളും ഈ വിഷയത്തിൽ എഴുതിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഖുർആൻ വെല്ലുവിളിക്കുന്നത്. എന്താണ്? 3 തരത്തിലുള്ള വെല്ലുവിളി സമൂഹത്തിന് മുമ്പിൽ ഖുർആൻ മുന്നോട്ട് വെക്കുന്നു. ആദ്യം അവരോട് ഖുർആൻ പറഞ്ഞു, വിശുദ്ധ ഖുർആനിൽ വല്ല സംശയവും നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് തത്തുല്യമായ ഒരു ഗ്രന്ഥം കൊണ്ടുവരാൻ സാധിക്കുമോ എന്നവരോട് ചോദിച്ചു. അങ്ങനെ ഒരു ഗ്രന്ഥം കൊണ്ടുവരാൻ, അതുപോലെയുള്ള ഒരു ഗ്രന്ഥം കൊണ്ടുവരാൻ അവർക്ക് സാധ്യമല്ലെന്ന് അവരുടെ മൗനം കൊണ്ടും അവരുടെ അതിനുള്ള പ്രതികരണമില്ലായ്മ കൊണ്ടും ബോധ്യപ്പെട്ടപ്പോൾ ഒരു ഘട്ടം കഴിഞ്ഞ ശേഷം ഖുർആൻ അവരോട് പറഞ്ഞു, ഒരു അധ്യായം കൊണ്ടുവരാൻ പറഞ്ഞു. അതിലെ 114 അധ്യായങ്ങളാണ്. ആ 114 അധ്യായങ്ങൾക്കും വിവിധ വലിപ്പങ്ങളാണ്. ഏറ്റവും വലിയ അധ്യായമാണ് സൂറത്തുൽ ബഖറ, ഏറ്റവും ചെറിയ അധ്യായമാണ് സൂറത്തുൽ കൗസർ. ഇങ്ങനെ 114 അധ്യായങ്ങൾ അടങ്ങുന്ന വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരു അധ്യായം കൊണ്ടുവന്നാൽ മതി, അത് ഏറ്റവും ചെറുതായിക്കോട്ടെ. അതിന് സാധിക്കുമോ എന്നവരോട് ചോദിച്ചു. അതിനും കുറെ കാത്തിരുന്ന ശേഷം പ്രതികരണമില്ലെന്ന് കണ്ടപ്പോ 10 വചനങ്ങൾ, ഏതെങ്കിലും ഒരു അധ്യായം ഒരുമിച്ച് കൂട്ടാൻ സാധിക്കുന്ന ഏതെങ്കിലും ഒരു 10 വചനങ്ങളെങ്കിലും അതിൽ നിന്ന് കൊണ്ടുവരാൻ അവരോട് ആവശ്യപ്പെട്ടു. അതിനും അവർക്ക് സാധ്യമല്ലാതെ അവർ ലോകത്ത് ഇന്നും അന്ന് മുതൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ വെല്ലുവിളി ഇന്നോളം നിലനിൽക്കുന്നു. എങ്ങനെ മാനവ സമുദായത്തിന്റെ മുമ്പിൽ ഒരു വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് അവരുടെ ചിന്തകളെയും അവരുടെ ആലോചനകളെയും അവരുടെ ഗവേഷണങ്ങളെയും ഒക്കെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു തികച്ചും യാതൊരുവിധ വിദ്യാഭ്യാസം നേടിയിട്ടില്ലാത്ത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത്ഭുതകരമായ മാർഗത്തിലൂടെ അള്ളാഹു വഹി അറിയിച്ച ഈ ഗ്രന്ഥമാണ് നമ്മുടെ കൈവശമുള്ള ഈ വിശുദ്ധ ഖുർആൻ. ഇതാണ് സത്യവിശ്വാസികളായ ആളുകൾക്ക് മാർഗദർശനമായി അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചെന്നത്. ഇതിനോടുള്ള മുസ്ലിങ്ങളുടെ സമീപനം എന്താണ്? സത്യവിശ്വാസികളായ ആളുകൾക്ക് വിശുദ്ധ ഖുർആനുള്ള സമീപനം എങ്ങനെയായിരിക്കണം? അതെങ്ങനെയാണ് അവരെ സ്വാധീനിക്കുക? അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ നമ്മളിൽ സ്വാധീനിക്കേണ്ട അല്ലെങ്കിൽ സത്യവിശ്വാസികൾ അതെങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് പരാമർശിച്ച 1-2 വചനങ്ങൾ ഞാൻ കേൾപ്പിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും
വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാന വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ഇന്നമൽ മുഅ്മിനൂൻ, വിശ്വാസികൾ ഇനി പറയുന്നവരാണ്. ഇങ്ങനെയുള്ള പ്രതികരണവും സ്വഭാവവും ഉള്ള ആളുകൾ മാത്രമേ യഥാർത്ഥ വിശ്വാസികളാവുകയുള്ളൂ. ഇന്നമൽ മുഅ്മിനൂൻ അല്ലദീന ഇദാ ദുക്കിറല്ലാഹ്, പടച്ചവനെ കുറിച്ച് അവരുടെ മുമ്പിൽ പരാമർശിക്കപ്പെട്ടാൽ വജിലത്ത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ പേടിച്ചു വിറക്കാൻ തുടങ്ങും. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല സമീഅാണ്, അവൻ ബസീറാണ്, അവൻ ഹയ്യാണ്, അവൻ ഖയ്യൂമാണ്. യാതൊരു വിധത്തിലുള്ള ക്ഷീണവും ഉറക്കും തളർച്ചയും ബാധിക്കാതെ ഇന്ന റബ്ബക ലബിൽ മിർസാദ്, ഒരു മനുഷ്യരുടെ മുഴുവൻ ചലനങ്ങളും അവൻ അങ്ങോട്ട് കാണാത്ത വിധം, അവൻ അറിയാൻ പറ്റാത്ത വിധം മനുഷ്യരുടെ എല്ലാ ചലനങ്ങളും, അവരുടെ നോട്ടവും, അവരുടെ കട്ടുനോട്ടവും, അവരുടെ കണ്ണിന്റെ താളങ്ങളും, എല്ലാ രഹസ്യമാവും പരസ്യവുമായ മുഴുവൻ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നുണ്ട്. യഅലമു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് വയഅലമു മാ തുസിറൂന വമാ തുഅ്ലിനൂൻ, ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും മുഴുവൻ അല്ലാഹു അറിയുന്നു. വയഅലമു മാ തുസിറൂന വമാ തുഅ്ലിനൂൻ, നിങ്ങൾ സ്വകാര്യമാക്കുന്നത് എന്നുള്ള ആരും അറിയാതെ നിങ്ങൾ സ്വകാര്യമാക്കുന്ന കാര്യങ്ങളും നിങ്ങൾ എല്ലാവരെയും അറിയിച്ചുകൊണ്ട് പരസ്യപ്പെടുത്തുന്ന കാര്യങ്ങളും അല്ലാഹു അറിയുന്നു. ഇങ്ങനെയുള്ള ഒരു അള്ളാഹുവിനെയാണ് നമ്മൾ പേടിച്ചുകൊണ്ടിരിക്കുന്നത്, ഇങ്ങനെയുള്ള ഒരു അള്ളാഹുവിനെയാണ് നമ്മൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്രയും ശക്തിയും കെൽപ്പും താക്കത്തുമുള്ള ഒരു പടച്ചതമ്പുരാന്റെ മഹത്വത്തെക്കുറിച്ച് അവരുടെ മുമ്പിൽ പരാമർശിക്കപ്പെടുമ്പോൾ അവരുടെ ഹൃദയങ്ങൾ പേടിച്ചു പറക്കും. വൈദാ തുലിയത് അലൈഹിം ആയാതുഹു, അവന്റെ വചനങ്ങൾ അവരുടെ മുമ്പിൽ ഓതിക്കൊടുക്കപ്പെട്ടാൽ സാദതുഹും ഈമാന, അവരുടെ വിശ്വാസങ്ങൾ അതുകൊണ്ട് കൂടി വരും, അത് വർദ്ധിച്ചു വരും. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അങ്ങനെ ആ ആയത്തുകൾ ഉൾക്കൊണ്ട്, അതിന്റെ ആശയങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കുന്നിടത്ത് അവർക്കുണ്ടാകുന്ന പ്രയാസങ്ങൾക്കൊക്കെ താങ്ങും തണലുമായി അള്ളാഹുവിനെ അവർ അവലംബമായി സ്വീകരിക്കും, അള്ളാഹുവിൽ സർവസ്വവും വരവേൽപ്പിക്കും. സഹോദരന്മാരെ, അള്ളാഹുവിന്റെ വചനങ്ങൾ ഓതിക്കൊടുക്കപ്പെട്ടാൽ ഹൃദയങ്ങൾ പേടിച്ചു വിറക്കുകയും വിശ്വാസങ്ങൾ വർദ്ധിക്കുകയും പടച്ചവനെ ഓർത്ത് അങ്ങനെ പേടിച്ച് ജീവിതത്തിൽ അതിന്റെ നാശങ്ങളാകുന്ന മുഴുവൻ കാര്യങ്ങളെയും ഒഴിവാക്കി, മോശപ്പെട്ട സ്വഭാവങ്ങളെയും വിശ്വാസങ്ങളെയും ഒഴിവാക്കി സന്മാർഗത്തിലേക്ക് തിരികുകയും ചെയ്യുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ. അതുകൊണ്ട് തന്നെ ഈ ഖുർആനെ മാനവ ലോകത്തിന് മുഴുവനും മനുഷ്യരാശിക്ക് മുഴുവനും ഒരു പ്രകാശമായും ഒരു വെളിച്ചമായും നേരായ മാർഗത്തിലേക്ക് വിളിക്കുന്ന സന്ദേശമായും മനുഷ്യരുടെ എല്ലാ രോഗങ്ങൾക്കും ശിഫയുമായിട്ടാണ് ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. യാ അയ്യുഹന്നാസ് ഖദ് ജാഅകും മൗഇദത്തും മിർ റബ്ബിക്കും വശിഫാഉൻ ലിമാ ഫിസ് സുദൂർ വഹുദൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. യാ അയ്യുഹന്നാസു, മനുഷ്യരെ, ആ അഭിസംബോധനത്തിൽ ലോകത്ത് മനുഷ്യരായി പിറന്നവരൊക്കെ മതമുള്ളവരും മതനിഷേധികളും പൂർവികന്മാരും ശേഷം വന്ന ആളുകളും ഇങ്ങനെ ആദി മനുഷ്യർ മുതൽ അന്ത്യമനുഷ്യൻ വരെയുള്ള ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരും ഈ സംബോധനത്തിന്റെ മുമ്പിൽ അവരെല്ലാം തുല്യന്മാരാണ്. എല്ലാ മനുഷ്യന്മാരോടും പറയുന്നു ഖദ് ജാഅകും മൗഇദത്തും മിർ റബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവായ, നിങ്ങളെ സൃഷ്ടിച്ച നാഥൻ, നിങ്ങളെ പരിപാലിക്കുന്ന നാഥൻ, നിങ്ങൾക്ക് അന്നം നൽകുന്ന നാഥൻ, ആകാശ ഭൂമികളെ മുഴുവൻ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്ന നാഥൻ നിങ്ങൾക്ക് അവതരിപ്പിച്ചിട്ടുള്ള ഒരു സാരോപദേശമാകുന്നു ഇത്. വശിഫാഉൻ ലിമാ ഫിസ് സുദൂർ, മനുഷ്യ ഹൃദയങ്ങളെ ബാധിക്കുന്ന എല്ലാ രോഗങ്ങൾക്കുമുള്ള ഒരു ശമനമാണ്. അവിടെ നേരിടുന്ന വിശ്വാസവൈകല്യങ്ങൾ, ദുസ്വഭാവങ്ങൾ, അതുപോലെ തന്നെ മനുഷ്യരെ നാശത്തിലേക്ക് കൊണ്ടുപോകുന്ന എന്തെല്ലാം രോഗങ്ങളും പോരായ്മകളും കുറവുകളുമുണ്ടോ അവയൊക്കെ പരിഹരിച്ചുകൊണ്ട് മനുഷ്യത്വത്തിന്റെ ഏറ്റവും ഉയർന്ന ആ ഇക്റാമിലേക്ക് അവരെടുത്തു വെക്കാൻ പറ്റുന്ന ഉപദേശങ്ങൾ അടങ്ങിയതാണിത്. അങ്ങനെ ഏറ്റവും ഉത്തമനായ സൃഷ്ടിയാണല്ലോ മനുഷ്യൻ. ഏറ്റവും ഉന്നതമായ സ്വഭാവത്തിലേക്ക് ഉയർന്നു പോകാനും ഏറ്റവും അധമമായ സ്വഭാവത്തിലേക്ക് താഴ്ന്നു പോകാനും സാധിക്കുന്ന ഒരു സൃഷ്ടി മനുഷ്യൻ തന്നെയുള്ളൂ. മനുഷ്യനാണ് ഏറ്റവും ഉയർന്ന സ്വഭാവത്തിലേക്ക് അവന്റെ കർമ്മങ്ങൾ കൊണ്ട്, അവന്റെ വിശ്വാസങ്ങൾ കൊണ്ട്, അവന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് അത് ഏറ്റവും നന്നാക്കുന്നോ ഉയർന്നു പോകാൻ സാധിക്കുക. അതേ പ്രകാരം തന്നെ ആ മനുഷ്യന് തന്നെയാണ് അവന്റെ കർമ്മങ്ങൾ കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും മൃഗങ്ങളെക്കാൾ അധപ്പതിച്ച സ്വഭാവത്തിലേക്ക് താഴ്ന്നു പോകാൻ കഴിയുക. അപ്പൊ ഇവരുടെ മുമ്പിലാണ് ഒരു ശിഫയായി, ഒരു രോഗവിഷമനമായി ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്നത്. വഹുദൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ, സന്മാർഗവും കാരുണ്യവുമാണ് വിശ്വാസികളായ ആളുകൾക്ക്. അതുകൊണ്ട് കുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫ്റഹു വഖൈറു മിമ്മാ യജ്മഊൻ. അതുകൊണ്ട് പറയുക, അള്ളാഹുവിന്റെ ആ അനുഗ്രഹം കൊണ്ട്, അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് നമ്മൾ സന്തോഷിക്കുക. അവർ അതുകൊണ്ട് സന്തോഷിച്ചു കൊള്ളട്ടെ. അവർ സംഭരിക്കുന്ന, അവർ ഒരുമിച്ച് കൂട്ടുന്ന അവരുടെ ഭൗതികമായ മുഴുവൻ സൗകര്യങ്ങളെക്കാളും മുഴുവൻ പ്രതാപങ്ങളെക്കാളും, അത് അധികാരമാവട്ടെ, സമ്പത്താവട്ടെ, ആരോഗ്യമാവട്ടെ, കുടുംബമാവട്ടെ, കുട്ടികളാകട്ടെ, അവർ ഭൗതികമായി അവരുടെ ശ്രമങ്ങൾ കൊണ്ട് ഒരുമിച്ച് കൂട്ടുന്ന മുഴുവൻ സംരംഭങ്ങളെക്കാളും അവർക്ക് ഏറ്റവും ഉത്തമമായത് ഈ ഹിദായത്താണ്, ഈ വെളിച്ചമാണ്. അപ്പോൾ നമ്മുടെ എല്ലാ വിധത്തിലുള്ള നമ്മുടെ അധ്വാനങ്ങളെയും സമയങ്ങളെയും മുഴുവനും
കവർന്നെടുക്കുന്ന നമ്മുടെ ഭൗതികമായ ഐശ്വര്യങ്ങൾക്കൊക്കെ മേലെ നിൽക്കുന്നതാണ് ഈ വിശുദ്ധ ഖുർആന്റെ ഹിദായത്ത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുന്നത്. അതുകൊണ്ട് അവർ സന്തോഷിച്ചുകൊള്ളട്ടെ. കാരണം ലോകത്ത് സത്യവിശ്വാസികളായ ആളുകൾക്ക്, നന്മ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സന്മാർഗമായി അവതരിപ്പിച്ച ഗ്രന്ഥത്തിന്റെ ഉടമസ്ഥാവകാശികൾ നിങ്ങളാണ്. നിങ്ങളുടെ കയ്യിലാണ് ആ ഗ്രന്ഥമുള്ളത്. നിങ്ങളാണ് അതിന്റെ സംരക്ഷകന്മാർ, നിങ്ങളാണ് അതിന്റെ അനുയായികൾ, നിങ്ങളാണ് അതിന്റെ അനുവാചകന്മാർ, നിങ്ങളാണത് പഠിപ്പിക്കേണ്ടവർ. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. നിങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമന്മാരായ മനുഷ്യന്മാർ നിങ്ങൾ ഖുർആൻ പഠിക്കുന്നവരും അത് മറ്റുള്ളവരെ പഠിപ്പിക്കുന്നവരുമാണ്. ഈ ഒരു കാര്യം നമ്മൾ ഈ സന്ദേശത്തിൽ കാര്യമായി നമ്മൾ ഉൾക്കൊള്ളേണ്ടതാണ്. അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആന്റെ വെളിച്ചം ഉള്ളവരും വിശുദ്ധ ഖുർആന്റെ വെളിച്ചത്തിൽ നിന്ന് തടയപ്പെട്ടവരും തമ്മിലുള്ള ഒരു വ്യത്യാസം ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അൻആമിന്റെ 222-ാമത്തെ വചനത്തിൽ പറയുന്നു, അഫമൻ ഖാന മയ്യിതൻ ഫഅഹ്യൈനാഹു വജഅൽനാ ലഹു നൂറൻ യംശി ബിഹി ഫിന്നാസി കമൻ മസലുഹു ഫിൽ ദുലുമാത് ലൈസ ബിഖാരിജിൻ മിൻഹാ കദാലിക സുയ്യിന ലിൽ കാഫിരീന മാ കാനൂ യഅമലൂൻ. വമൻ ഖാന മയ്യിതൻ, ജീവനില്ല, ശവമായവൻ. അഥവാ മയ്യത്ത് നമുക്കെല്ലാവർക്കും അറിയാം, അതിന് യാതൊരുവിധ അനക്കവുമില്ല, അതിന് ശ്വാസമില്ല, അതിന് യാതൊരു വിധത്തിലുള്ള ഹർക്കത്തുമില്ല. അങ്ങനെയുള്ള ശവമായി മാറിയിട്ടുള്ള ഒന്ന് ഒരുത്തൻ. ഫഅഹ്യൈനാഹു, അങ്ങനെ ആ മയ്യത്തിനെ നാം ജീവിപ്പിച്ചു. വജഅൽനാ ലഹു നൂറൻ, എന്നിട്ട് അവന് നാം ഒരു വെളിച്ചം, അവന്റെ മുന്നിൽ നടക്കാനും അവന് വഴികൾ കാണാനും അവന്റെ കാര്യങ്ങൾ ഗ്രഹിച്ച് മനസ്സിലാക്കുവാനും ആവശ്യമായ ഒരു വെളിച്ചം നൽകി. യംശി ബിഹി ഫിന്നാസ്, ആ വെളിച്ചം ഉപയോഗിച്ച് അവൻ ആൾക്കൂട്ടത്തിൽ നടക്കുന്നു. അവനും കമൻ മസലുഹു ഫിൽ ദുലുമാത്, അന്ധകാരങ്ങളിൽ മുഴുകി ഇരുട്ടിൽ തപ്പി പ്രകാശമില്ലാതെ തപ്പിത്തടഞ്ഞ് നടക്കുന്നവനും സമമാകുമോ? ലൈസ ബിഖാരിജിൻ മിൻഹാ, ഒരിക്കലും ആ ഇരുട്ടിൽ നിന്ന്, ആ അന്ധകാരത്തിൽ നിന്ന്, ആ കൂരിരുട്ടിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിയാത്ത വിധം അതിൽ തന്നെ തപ്പിത്തടഞ്ഞ് നടക്കുന്നവനും സമമാകുമോ? കദാലിക സുയ്യിന ലിൽ കാഫിരീന മാ കാനൂ യഅമലൂൻ. ഈ വിശുദ്ധ ഖുർആന്റെ വെളിച്ചത്തിൽ നിന്ന് അകന്നു പോകുന്ന, അതിനെ നിഷേധിക്കുന്ന, അതിനെതിരായി പ്രവർത്തിക്കുന്ന, അതിനെ നാശത്തിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അവിശ്വാസികളായ ആളുകൾ, ആ അവിശ്വാസികളായ ആളുകൾ അവർ പ്രവർത്തിക്കുന്നത് അവർക്ക് അലങ്കാരമായി കാണിച്ചു കൊടുക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, മയ്യത്തായ ഒരു മനുഷ്യനെ ജീവിപ്പിച്ച് അവന് മുൻപോട്ട് വഴി നടക്കുവാൻ ആവശ്യമായ ഒരു വെളിച്ചം നൽകി, ആ വിശുദ്ധ ഖുർആന്റെ വെളിച്ചം കൊണ്ട് അവൻ ജനമധ്യത്തിൽ അവന്റെ വാക്കുകളും അവന്റെ പ്രവൃത്തികളും അവന്റെ വിശ്വാസങ്ങളും അവന്റെ ചലനങ്ങളും ഒക്കെ നന്നാക്കി ഏറ്റവും മാന്യമായ രൂപത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുത്തനും, ഈ വെളിച്ചത്തിലേക്കൊന്നും പ്രവേശനം ലഭിക്കാത്ത വിധം അന്ധമായ കൂരിരുട്ടിൽ മുങ്ങിത്താണുകൊണ്ടിരിക്കുന്ന ഒരാളും, ഇവർ പരസ്പരം ഒരിക്കലും എങ്ങനെയാണ് തുലനപ്പെടുത്താൻ സാധിക്കുമോ? അവർ തുല്യമാണോ എന്ന് ഖുർആൻ ചോദിക്കുന്നു. സഹോദരന്മാരെ, തീരെ ജീവനില്ലാത്ത ഒരവസ്ഥയിൽ നിന്ന്, ഏറ്റവും മോശപ്പെട്ട ഒരവസ്ഥയിൽ നിന്ന്, എല്ലാ അർത്ഥത്തിലും ഫസാദായ ഒരു സമൂഹത്തെയാണ് വിശുദ്ധ ഖുർആൻ സംസ്കരിച്ചെടുത്തത്. ഇത് ചരിത്രം അറിയുന്നത് നമുക്ക് അറിയുന്ന കാര്യമാണ്. ഒരു സമൂഹത്തെ മുഴുവനും അവരെല്ലാ അർത്ഥത്തിലും, വിശ്വാസപരമായും കർമ്മപരമായും സാധാരണ ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും ഒക്കെ മോശപ്പെട്ട കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ടിരുന്ന വളരെ മോശപ്പെട്ട ഒരു സമൂഹത്തെയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഖുർആൻ കൊണ്ട് പരിഷ്കരിച്ചെടുത്തത്. അതുകൊണ്ട് തന്നെ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട് ക്രമപ്രവൃദ്ധമായി അവരുടെ ജീവിതത്തിന്റെ ഓരോ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് വിവിധ സന്ദർഭങ്ങളിൽ ഖുർആൻ ഇറങ്ങുമ്പോൾ ആ ഖുർആന്റെ വചനങ്ങൾ അവർ കാണാതെ പഠിക്കുക മാത്രമല്ല, ഖുർആന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന ഒരു സമൂഹം അവിടെ ഉയർന്നു വരികയാണ്. അങ്ങനെ ഓരോ വ്യക്തികളെയും എടുത്താൽ ആ വ്യക്തികൾ ഖുർആന്റെ പതിപ്പായി, ഖുർആൻ എന്ന് പറയുന്ന ഒരു ആശയത്തിന്റെ, ഒരു ആദർശത്തിന്റെ ഒരു പകർപ്പായി നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. ലോകത്ത് പല ഗ്രന്ഥങ്ങൾ രചിച്ച ആളുകളുണ്ട്. പല വിധത്തിലുള്ള രാഷ്ട്രീയമായ മീമാംസകൾ, അതിനുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങൾ, ചരിത്ര ഗ്രന്ഥങ്ങൾ, സ്വഭാവപരമായി എഴുതിയപ്പെട്ട ഗ്രന്ഥങ്ങൾ, മനുഷ്യജീവിതത്തെ സ്പർശിക്കുന്ന ഏറ്റവും വളരെ പ്രധാനപ്പെട്ട പ്രസിദ്ധമായ നോവലുകൾ, ഇങ്ങനെ പല പുസ്തകങ്ങളും എഴുതിയിട്ടുണ്ട്. പക്ഷേ ഈ പുസ്തകങ്ങൾ എഴുതിയ ആളുകളുടെയൊക്കെ ജീവചരിത്രം നമ്മൾ പരിശോധിച്ചാൽ അവർ ആ പുസ്തകത്തിൽ പറയുന്ന ആശയങ്ങളും അവരുടെ സ്വകാര്യ ജീവിതവുമായി യാതൊരു ബന്ധവും ഉണ്ടാവുകയില്ല. ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കപ്പെട്ടു, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതം എന്താണ്? അദ്ദേഹത്തിന് കാന ഹയാത്തുഹു അൽ ഖുർആൻ, അദ്ദേഹത്തിന്റെ ജീവിതം ഖുർആനായിരുന്നു. അഥവാ ഖുർആന്റെ ജീവിക്കുന്ന, നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പകർപ്പ്. എന്താണോ ആ ഖുർആനിൽ ചെയ്യണമെന്ന് പറഞ്ഞത് അത് അദ്ദേഹം ചെയ്യുന്നു, എന്താണോ ആ ഖുർആൻ ചെയ്യരുതെന്ന് പറയുന്നത് അത് ഒഴിവാക്കുന്നു. ആ ഖുർആൻ നടത്തുന്ന ഉപദേശങ്ങൾ സ്വീകരിക്കുന്നു, ആ ഖുർആൻ വിലക്കിയ കാര്യങ്ങൾ അദ്ദേഹം വെടിയുന്നു, അത് സമൂഹത്തെ പഠിപ്പിക്കുന്നു. അതിനനുസരിച്ച് ഒരു സമൂഹത്തെ സ്റ്റഡി ക്ലാസ് കൊടുത്ത് അവിടെ കൂടെ കൊണ്ടു നടന്ന് അവരോട് കാര്യങ്ങൾ ചെയ്യിച്ച് അവർക്ക് മാതൃകാപരമായ നേതൃത്വം കൊടുത്ത് ഒരു സമൂഹത്തെ അദ്ദേഹം വാർത്തെടുത്തു.
അതുകൊണ്ട് തന്നെ അവർ അദൂല്യങ്ങളായി യാതൊരു വിധത്തിലുള്ള ന്യൂനതകളും ബാധിക്കാത്ത സ്വഭാവപരമായും വിശ്വാസപരമായും കർമ്മപരമായും എല്ലാ അർത്ഥത്തിലും അതിന്റെ പൂർണ്ണതയിൽ എത്തിയിട്ടുള്ള ഒരു സമൂഹത്തെ ഈ വിശുദ്ധ ഖുർആൻ കൊണ്ട് അദ്ദേഹത്തിന് വാർത്തെടുക്കുവാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ ആ വെളിച്ചത്തെക്കുറിച്ച് ഖുർആൻ പരിചയപ്പെടുത്തുന്നത് വേദക്കാരായ ആളുകൾ അവരെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറയാണ്, യാ അഹ്ലൽ കിതാബ് ഖദ് ജാഅക്കും റസൂലുനാ യുബയ്യിനു ലക്കും കസീറൻ മിമ്മാ കുൻതും തുഖ്ഫൂന മിനൽ കിതാബ്. വേദഗ്രന്ഥങ്ങളിൽ അള്ളാഹു അവതരിപ്പിച്ച അനേകം സത്യങ്ങൾ ജനങ്ങൾ അറിയാതിരിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി മറച്ചുവെക്കുന്നവരായിരുന്നു വേദപണ്ഡിതന്മാരും അതുപോലെ തന്നെ പൂർവികരായ ജൂത ക്രിസ്തീയ വിഭാഗങ്ങളിലെ വേദം പഠിച്ച ആളുകളും. അവരോട് പറയാണ്, നിങ്ങൾ മറച്ചുവെച്ചിരുന്ന ഒട്ടനേകം കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുത്തിക്കൊണ്ടും അങ്ങനെ ജനങ്ങൾക്ക് കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടും ഒരു ദൂതൻ വന്നെത്തിയിരിക്കുന്നു. വയാഫു അൻ കസീർ, അദ്ദേഹത്തിന് നിങ്ങളെക്കുറിച്ച് അറിയാവുന്ന ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം വിട്ടുകളഞ്ഞിരിക്കുകയാണ്. അഥവാ നിങ്ങളുടെ കൃത്രിമങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ പൂഴ്ത്തിവെപ്പിനെ കുറിച്ച്, നിങ്ങളുടെ ദുർനടപ്പുകളെ കുറിച്ച് അറിയാവുന്ന ഒരുപാട് രഹസ്യങ്ങൾ അദ്ദേഹത്തിന് മുമ്പിലുണ്ട്. പക്ഷേ നിങ്ങളുടെ ദുർനടപ്പുകളിൽ ഒരുപാട് പരിധിയോളമുള്ള കാര്യങ്ങൾ അദ്ദേഹം അവഗണിച്ചിരിക്കുകയാണ്. എന്നാൽ കുറെ കാര്യങ്ങൾ നിങ്ങൾ മറച്ചുവെച്ചത് അദ്ദേഹം വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. ഖദ് ജാഅക്കും മിനല്ലാഹി നൂറുൻ വകിതാബും മുബീൻ. വേദക്കാരെ, അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്കൊരു വെളിച്ചവും വകിതാബും മുബീൻ, വളരെ വ്യക്തമായ ഒരു ഗ്രന്ഥവും വന്നെത്തിയിരിക്കുന്നു. യഹ്ദീ ബിഹില്ലാഹു മനിത്തബഅ റിദ്വാനഹു സുബുലസ്സലാം. അള്ളാഹുവിന്റെ സംതൃപ്തി പിൻപറ്റിയിട്ടുള്ള യഥാർത്ഥമായ മനുഷ്യരെ അത് സുബുലസ്സലാം, രക്ഷയുടെ വഴികളിലേക്ക് അത് കൊണ്ടുപോകുന്നു, അത് വഴി കാണിക്കുന്നു. വയുഖ്രിജുഹും മിനൽ ളുലുമാതി ഇലന്നൂർ ബിഇദ്നിഹി. അന്ധകാരങ്ങളിൽ നിന്ന് പ്രകാശത്തിലേക്ക്, അഥവാ ഇവിടെ പ്രകാശത്തിന് ഏകവചനവും ദുലുമാത്ത് അന്ധകാരത്തിന് ബഹുവചനവുമാണ് ഖുർആൻ ഉപയോഗിച്ചിട്ടുള്ളത്. കാരണം ദുർനടപ്പുകൾ വ്യത്യസ്തങ്ങളാണ്. അത് പല വഴികളിലൂടെ, പല സമുദായങ്ങളിലൂടെ, പല ജനവിഭാഗങ്ങളിലൂടെ മനുഷ്യ സമൂഹത്തിന്റെ മുമ്പിൽ പ്രചരിപ്പിക്കപ്പെട്ട ഒരുപാട് ദുർനടപ്പുകളുണ്ട്, ഒരുപാട് അന്ധകാരങ്ങളുണ്ട്. എന്നാൽ ആ അന്ധകാരങ്ങളെ മുഴുവനും തിരസ്കരിച്ചുകൊണ്ടും അതിനെ നശിപ്പിച്ചുകൊണ്ടും ഹിദായത്തുമായി വന്ന വെളിച്ചം ഖുർആനാണ്. അതുകൊണ്ട് തന്നെ ആ വെളിച്ചത്തെ, ആ സത്യസന്ദേശത്തെ ഏകവചനമായിട്ടാണ് ഖുർആൻ ഉപയോഗിച്ചത്. ഒരുപാട് അന്ധകാരങ്ങളിൽ നിന്ന്, ഒരുപാട് വഴികേടുകളിൽ നിന്ന്, ഒരുപാട് ദുർനടപ്പുകളിൽ നിന്ന് യഥാർത്ഥമായ പ്രകാശത്തിലേക്ക് ആ ഖുർആൻ വഴി കാണിക്കുന്നു. വയഹ്ദീഹിം ഇലാ സിറാത്തിൻ മുസ്തഖീം. നേരായ മാർഗത്തിലേക്ക് ആ ഖുർആൻ അവർക്ക് വഴി കാണിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഇങ്ങനെ മനുഷ്യർക്ക് ഒരു പ്രകാശമായി സുബുലുസ്സലാമിലേക്ക്, രക്ഷയുടെ മാർഗത്തിലേക്ക് അവരെ കൊണ്ടുപോകുന്ന, സന്മാർഗത്തിലേക്ക് അവർക്ക് മാർഗദർശനം നൽകുന്ന ഒരു ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് ഖുർആൻ സ്വയം അവകാശപ്പെടുക മാത്രമല്ല, ഒരവകാശവാദം തെളിയിച്ചുകൊണ്ട് പ്രായോഗികമായി മനുഷ്യ സമൂഹത്തിന്റെ മുമ്പിൽ തെളിയിച്ച് മാതൃക കാണിച്ചു കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മമായ ജീവിതത്തിന്റെ ഏറ്റവും ചെറിയ തലത്തിൽ പോലും ആ വിശുദ്ധ ഖുർആനിന് എതിരായി പ്രവർത്തിക്കാത്ത ഒരു സമൂഹത്തെ ആ മനുഷ്യ സമൂഹത്തിന്റെ മുമ്പിൽ ഹിദായത്തിലൂടെ, മാർഗദർശനത്തിലൂടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവതരിപ്പിക്കുകയും അവർ ആ ഖുർആന്റെ പരിപൂർണമായ മാതൃകകളാണ് എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെടുകയും എന്നിട്ട് അവരെ അങ്ങനെ ബോധ്യപ്പെട്ട് സന്തോഷത്തോടുകൂടി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടുന്ന് വിട പറയുകയും ചെയ്തു. എന്തായിരുന്നോ അവരിൽ നബിക്കുണ്ടായിരുന്ന പ്രതീക്ഷ അതവർ പൂർണ്ണമായും അവർ ജീവിതത്തിൽ നടപ്പാക്കി. കാരണം അവർ ആ ഖുർആൻ പിൻപറ്റി, ആ ഖുർആൻ മനഃപ്പാഠമാക്കി, ആ ഖുർആൻ പഠിച്ചു, ആ ഖുർആൻ മറ്റുള്ളവരെ പഠിപ്പിച്ചു. മുസ്അബ് ഇബ്നു ഉമൈർ അദ്ദേഹം ഒരു നാട്ടിനെ മാറ്റിയെടുത്തത് ചരിത്രത്തിലെ ഒരു വലിയ സംഭവമാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോകുന്നതിന് മുമ്പ് മദീനയിൽ അവിടെ രണ്ട് ഗോത്രങ്ങൾ പരസ്പരം പോരടിച്ചുകൊണ്ടിരിക്കുന്ന ബുആസ് യുദ്ധത്തിലൂടെ 40 വർഷത്തിലധികം നീണ്ടുനിന്ന ഒരു യുദ്ധമായിരുന്നു പോലും ബുആസ് എന്ന് പറയുന്ന ഒരു ആഭ്യന്തര കലാപം. ഈ ആഭ്യന്തര കലാപത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ കാരണങ്ങൾക്ക് വേണ്ടി ധാരാളക്കണക്കിന് മനുഷ്യവധങ്ങൾ നടത്തിയിട്ടുള്ള, രക്തച്ചൊരിച്ചിൽ നടത്തിയിട്ടുള്ള രണ്ട് ഗോത്രങ്ങൾ ഔസ് ഖസ്റജ്. ഈ ഔസ് ഖസ്റജ് ഗോത്രത്തിന്റെ അടുക്കലേക്ക് അതുപോലെ തന്നെ ഒരുപാട് ജൂതന്മാർ താമസിക്കുന്ന പ്രദേശം, അവിടെ ജൂതഗോത്രങ്ങളും ഉണ്ടായിരുന്നു. അപ്പോ ബനു ഖുറൈള, ബനു കഅബ്, ബനു നളീർ ഇതൊക്കെ ജൂതഗോത്രങ്ങളാണ്. ഇവരും അവിടെ താമസിച്ചിരുന്നു. ഇവരുടെ കയ്യിൽ പൂർവികമായ വേദഗ്രന്ഥങ്ങളുടെ അവശിഷ്ടങ്ങൾ വെച്ചുകൊണ്ടും പൂർവ്വ വേദങ്ങളുടെ അവകാശികളാണ് ഞങ്ങൾ എന്ന് അവകാശപ്പെട്ടുകൊണ്ടും മാത്രമല്ല ഞങ്ങൾക്ക് ഈ പൂർവ്വവേദങ്ങളുടെ ഞങ്ങളുടെ വേദങ്ങളെ പൂർത്തീകരിച്ചുകൊണ്ട് ഇതിനേക്കാൾ മെച്ചപ്പെട്ട നിലക്ക് ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നൊരു നബി വരാൻ പോകുന്നുണ്ട്, വന്നാൽ ഞങ്ങൾ ആ നബിയെ ഉപയോഗിച്ച് നിങ്ങൾക്കെതിരെ എതിർക്കും എന്ന് അറബികളോട് വെല്ലുവിളി നടത്തുകയും ചെയ്യുന്നവരാണ് ജൂതന്മാർ ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ഇവരൊക്കെ ഉള്ള ഒരു പ്രദേശത്ത്
ആ നാട്ടിലേക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 അധ്യാപകരെ നിശ്ചയിച്ചു. ഒരാൾക്ക് കണ്ണു കണ്ടുകൂടാ, അബ്ദുല്ലാഹ് ബിൻ ഉമ്മ മക്തും, മറ്റൊന്ന് മിസ്അബ് ബിൻ ഉമൈർ. അദ്ദേഹം ഒരു വാളെടുത്തുകൊണ്ടോ ഒരു ശക്തി പ്രകടനം നടത്തിക്കൊണ്ടോ അവിടെ ജനങ്ങളെ മാറ്റിയിട്ടില്ല. നേരെ മറിച്ച് ആ മദീനയിലെ ഓരോ കുടിലുകളിലേക്കും അദ്ദേഹം കയറി ചെന്നു. അവിടെയൊക്കെ അദ്ദേഹത്തിന് മുമ്പിൽ ആയുധമായിട്ടുണ്ടായിരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുത്ത വിശുദ്ധ വചനങ്ങളാണ്. അത് അദ്ദേഹം അവർക്ക് ഓതിക്കൊടുത്തു, അതവരെ പഠിപ്പിച്ചു. അങ്ങനെ അവരോടൊപ്പം അദ്ദേഹം ജീവിച്ചു. അദ്ദേഹത്തെ അവർ കണ്ടു. അദ്ദേഹത്തിന്റെ പ്രാർത്ഥനകളും അദ്ദേഹത്തിന്റെ പ്രവൃത്തികളും അദ്ദേഹത്തിന്റെ ജനസമ്പർക്കങ്ങളും അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും അവർ നേരാവണ്ണം ഇങ്ങനെ നോക്കിക്കണ്ടു. അവസാനം വർഷങ്ങളോളമായി പരസ്പരം പടവെട്ടിക്കൊണ്ടിരുന്ന, യുദ്ധം നടത്തിക്കൊണ്ടിരുന്ന, അറുകല നടത്തിയിരുന്ന ഗോത്രങ്ങളുടെ മേധാവികളായ ആളുകൾ, നേതാക്കന്മാരായ ആളുകൾ ഇതിൽ ആകൃഷ്ടരായി. അവരത് ശ്രദ്ധിക്കാനെന്നു അവർ ആണ് പിന്നീട് സംഘങ്ങളായി വന്ന് ഒന്നാമത്തെ അഖബ ഉടമ്പടിയിലും രണ്ടാമത്തെ അഖബ ഉടമ്പടിയിലും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ഉടമ്പടി ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്നാൽ പൂർണ്ണമായ സംരക്ഷണം കൊടുത്തുകൊണ്ട് ഞങ്ങൾ സംരക്ഷിക്കാമെന്നും ഞങ്ങളുടെ ഭാര്യമാരെയും മക്കളെയും നമ്മുടെ സമ്പത്തുക്കളെയും ഞങ്ങൾ എങ്ങനെയാണോ ഞങ്ങൾ സംരക്ഷിക്കുന്നത് അതുപോലെ താങ്കളെ സംരക്ഷിക്കാമെന്നും ഒക്കെ ഉടമ്പടി ഉണ്ടാക്കി. ആ ഉടമ്പടിക്ക് സാക്ഷിയായി അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പിതൃവ്യൻ സദസ്സിലുണ്ടായിരുന്നു. അദ്ദേഹം അന്ന് ഇസ്ലാം മതം പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷെ നബിക്ക് ഏറ്റവും വിശ്വസ്തനാണ് തന്റെ പിതൃവ്യൻ അബ്ബാസ്. അദ്ദേഹം അതിന് സാക്ഷിയായി. അദ്ദേഹം അവരോട് ചോദിച്ചു, വാദിച്ചു, നിങ്ങൾ സംരക്ഷിക്കുവാൻ നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ, അദ്ദേഹത്തിന് വേണ്ടത്ര സംരക്ഷണം കൊടുക്കുവാനും സഹായിക്കുവാനും കഴിവുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കൂട്ടിക്കൊണ്ടുപോവുക. അതല്ലെങ്കിൽ അദ്ദേഹത്തിന് ആവശ്യമായ മുഴുവൻ സഹായങ്ങളും ചെയ്യാൻ ഞങ്ങൾ ഖുറൈശികൾ ഞങ്ങളിവിടെ സന്നദ്ധരാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ സഹായിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? അപ്പോ ഒരു സമൂഹത്തിൽ ചിന്താപരമായ ഒരു വിപ്ലവം ഉണ്ടാക്കിയെടുക്കുകയും ഒരു വലിയ പ്രസ്ഥാനത്തെ നെഞ്ചോട് ചേർക്കാൻ ആവശ്യമായ രൂപത്തിലുള്ള ഗ്രൗണ്ട് ഒരുക്കങ്ങൾ, അതിന്റെ ഭൂമി ഒരുക്കി ആ ഭൂമിക അതിനുവേണ്ടി ശരിയാക്കുകയും ചെയ്തത് മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു ഈ ഖുർആൻ ഉപയോഗിച്ചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഉപയോഗിച്ച് എങ്ങനെ ആ സമൂഹത്തെ മാറ്റിയോ അതിന്റെ പകർപ്പുള്ള ആളുകൾ ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് അവർ നിർവഹിക്കുന്നതും അതേ ദൗത്യം തന്നെയാണ്. അബ്ദുല്ലാഹ് ബിൻ ഉമ്മ മക്തൂം അദ്ദേഹത്തെയും അവിടെ ഒരു അധ്യാപകനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ചു, ഒരു ദായിയായി നിശ്ചയിച്ചു. അദ്ദേഹത്തിന് അന്ധനാണ്, എല്ലാവർക്കും അറിയാം. കണ്ടുകൂടാത്ത അന്ധകാരം അദ്ദേഹത്തിന്റെ മുമ്പിൽ തൂങ്ങി നിൽക്കുന്നുവെങ്കിലും അവിടെയുള്ള അന്ധകാരത്തെ അദ്ദേഹം മാറ്റി ജനങ്ങൾക്കിടയിൽ അദ്ദേഹം പ്രബോധനവുമായിട്ട് ഇറങ്ങി ആ സമൂഹത്തെ അദ്ദേഹം മാറ്റിയെടുത്തു. അപ്പോൾ ഈ വിശുദ്ധ ഖുർആൻ കണ്ണുള്ള, അത് പഠിക്കുവാൻ വേണ്ടി അതിന്റെ അവകാശികൾ എന്ന നിലക്ക് അത് ഏൽപ്പിക്കപ്പെട്ട മുസ്ലിം സമുദായത്തിന്റെ അവസ്ഥ ഇന്ന് എത്രമാത്രം പരിതാപകരമാണ് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും വിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് പറയുന്നു, അല്ലാഹു വലിയുല്ലദീന ആമനു യുഖ്രിജുഹും മിനൽ ദുലുമാതി ഇലൻ-നൂർ വല്ലദീന കഫറു അവ്ലിയാഉഹും അത്താഗൂത്ത് യുഖ്രിജുഹും മിനൻ-നൂരി ഇലൽ-ദുലുമാത് ഉലൈക അസ്ഹാബുൻ നാരി ഹും ഫിഹാ ഖാലിദൂൻ. അല്ലാഹു വലിയുല്ലദീന ആമനു, വിശ്വാസികളുടെ വലിയാണ്, രക്ഷാധികാരിയാണ്, അവരുടെ സഹായിയാണ് അല്ലാഹ്. യുഖ്രിജുഹും മിനൽ ദുലുമാതി ഇലൻ-നൂർ, അന്ധകാരങ്ങളിൽ നിന്ന്, ഇരുട്ടിൽ നിന്ന്, തോന്നിവാസങ്ങളിൽ നിന്ന്, കൊള്ളരുതായ്മകളിൽ നിന്ന് അവരെ നേരായ വഴിയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരുന്നു. വല്ലദീന കഫറു, ഇതിന്റെ പ്രതിയോഗികളായി പടച്ചവന്റെ ശത്രുക്കളായ അവിശ്വാസികൾ, ഔലിയാഉഹും അത്താഗൂത്ത്, അവരുടെ രക്ഷാധികാരികൾ അല്ലാഹു അല്ലാത്ത, അവർ ആരാധിച്ചുകൊണ്ടിരിക്കുന്നവരോ അവർ വഴിപെട്ടുകൊണ്ടിരിക്കുന്നവരോ അവർ അനുസരിച്ചുകൊണ്ടിരിക്കുന്നവരോ ആയ ആളുകളാണ്. അവർക്കാണ് അവരുടെ ആരാധന, അവർക്കാണ് അവരുടെ അനുസരണം, അങ്ങനെയുള്ള ആളുകളാണ്. എന്നാൽ അവരോ, ആ താഗൂത്തുകൾ യുഖ്രിജൂനഹും മിനൻ-നൂരി ഇലൽ-ദുലുമാത്, യഥാർത്ഥ വിശ്വാസത്തിൽ നിന്നും പ്രകാശത്തിൽ നിന്നും അവരെ അന്ധകാരത്തിലേക്ക് അങ്ങോട്ട് ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ രണ്ട് വിഭാഗത്തിലുള്ള ആളുകൾ തമ്മിൽ ആശയപരമായ, ആദർശപരമായ ഒരു സംഘടനം. ഒന്ന് അള്ളാഹുവിന്റെ പാർട്ടി ഹിസ്ബുള്ള, ഒന്ന് ശൈത്താന്റെ പാർട്ടി ഹിസ്ബു ശൈത്താൻ. ഇസ്തഹബദ അലൈഹിമു ശൈത്താനു ഫഅൻസാഹും ദിക്റല്ലാഹ് ഉലൈക ഹിസ്ബു ശൈത്താൻ. അങ്ങനെ പിശാചിന്റെ സ്വാധീനത്തിൽപ്പെട്ട് പിശാചിന്റെ കൂടെ നടക്കുന്ന, പിശാചിനാൽ സ്വാധീനിക്കപ്പെട്ട ആ വിഭാഗവും അള്ളാഹുവിന്റെ ഹിസ്ബുള്ള എന്ന് പറയുന്ന ഒരു വിഭാഗവും തമ്മിലുള്ള സംഘടനമാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അങ്ങനെ ഉലൈക അസ്ഹാബുൻ നാരി ഹും ഫിഹാ ഖാലിദൂൻ, അവർ നരകത്തിന്റെ അവകാശികളാണ്. അപ്പോ ഇവിടെ ഈ വെളിച്ചത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള ഈ ഗ്രന്ഥം, അതുകൊണ്ട് മാനവ സമുദായത്തിന് പരിവർത്തനമുണ്ടാക്കുകയും അവർക്ക് വെളിച്ചം നൽകുകയും അവരെ ഹിദായത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്യാൻ ആവശ്യമായ ഈ ഗ്രന്ഥം ഇന്ന് യഥാർത്ഥത്തിൽ നമ്മുടെ സമുദായത്തിനടുക്കൽ ഇന്ന് അന്യവൽക്കരിക്കപ്പെട്ടു പോയിരിക്കുകയാണ്. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംബന്ധിച്ച് പറഞ്ഞില്ലേ, ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ, എന്റെ സമുദായം ഈ ഖുർആനെ ഉപേക്ഷിക്കപ്പെട്ട ഒരു വസ്തുവായി, അഥവാ അവരുടെ ജീവിതത്തിൽ അവർക്ക് ആവശ്യമുള്ള പല കാര്യങ്ങളും അവർ എടുത്തു സൂക്ഷിച്ചിട്ടുണ്ട്.
ഈവൻ സബാലയിൽ കാണുന്ന ആർക്കും ആവശ്യമില്ലാത്ത ഫർണിച്ചർ വരെ എടുത്തുകൊണ്ടാണ് നമ്മൾ സമർത്ഥരാണ്. അതുവരെ അവർക്ക് ആവശ്യമുള്ളത് അവരെടുത്ത് സൂക്ഷിച്ചിട്ടുണ്ട്. എന്നാൽ അവർക്ക് ഏറ്റവും അത്യാവശ്യമായ ഖുർആൻ ഉണ്ടല്ലോ, അത് നമ്മൾ തൊട്ടു നോക്കിയിട്ട് എത്രയായി, അതൊന്ന് വായിച്ചു നോക്കിയിട്ട് എത്രയായി, അതൊന്ന് ഓതി നോക്കിയിട്ട് എത്രയായി, അതിൽ വല്ല സൂറത്തുകൾ നമുക്ക് മനഃപ്പാടമുണ്ടോ, അതിൽ ഏതെങ്കിലും ആയത്തുകളുടെ വചന അർത്ഥങ്ങൾ നമുക്കറിയുമോ? ഇങ്ങനെ നമ്മൾ ഒരു സെൻസസ് നമ്മുടെ മുസ്ലിം സമുദായത്തിനിടയ്ക്ക് എടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും അതിന്റെ കഥ? പലപ്പോഴും നമ്മുടെ ഖുർആൻ ക്ലാസ്സുകളൊക്കെ സംഘടിപ്പിച്ചാൽ നമ്മുടെ ചില സഹോദരന്മാർ വരാൻ മടിക്കുന്നത് എന്താന്ന് വെച്ചാൽ അവർക്ക് ഓതാൻ അറിഞ്ഞുകൂടാന്നുള്ള ഒരു വിഷമമാണ്. എന്തുവെന്ന് വെച്ചാൽ അവരുടെ ചെറുപ്പത്തിൽ മദ്രസകളിൽ നിന്ന് കിട്ടിയ ശിക്ഷണത്തിൽ അവർക്കങ്ങനെ ഓതാൻ സാധിച്ചില്ല. അതല്ലെങ്കിൽ അന്ന് ഓതിക്കൊടുത്ത സന്ദർഭത്തിൽ അതൊരു പ്രാകൃതമായ ഒരു സ്വഭാവത്തിലുള്ള ഓത്തും പാട്ടും അടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ കുട്ടികളെ അതങ്ങോട്ട് അയച്ചില്ല. അല്ലെങ്കിൽ പള്ളി നമുക്ക് ആവശ്യമുള്ള ഒരാളെ വിളിച്ചുകൊണ്ടുവന്ന് ഇവിടെ നിർത്തി വീട്ടിൽ നിന്ന് പഠിപ്പിച്ചു, പക്ഷെ അയാളും കൃത്യമായി വന്നില്ല. ഇങ്ങനെ എന്തൊക്കെയോ അബദ്ധങ്ങൾ കൊണ്ട് കൃത്യമായ മതപഠനം കിട്ടിയിട്ടില്ല, ഖുർആൻ ഓതാൻ അറിഞ്ഞുകൂടാ. അപ്പോഴോ ആളുകളുടെ ഇടയിൽ പോയിട്ട് ഉസ്താദ് ഇന്ന് ഓതിയാറിഞ്ഞ് ഓദിക്കും, അങ്ങനെ ഓതാൻ അറിഞ്ഞുകൂടാ. സഹോദരന്മാരെ, എത്ര ദുഃഖകരമായ അവസ്ഥയാണ്. ഈ ഖുർആൻ എന്ന് പറയുന്ന ഈ അള്ളാഹുവിന്റെ ഈ വെളിച്ചം, പ്രകാശം എന്നൊക്കെ അള്ളാഹു പേരിട്ട് വിളിച്ച, അള്ളാഹു ബുർഹാൻ എന്ന് പറഞ്ഞ, ഫുർഖാൻ എന്ന് പറഞ്ഞ ഒരുപാട് പേരുകളിലൂടെ അള്ളാഹു ഖുർആനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. സത്യവും അസത്യവും വേർതിരിച്ചറിയാൻ ആവശ്യമായ ഫുർഖാൻ, ബുർഹാൻ, പ്രമാണം, ആരുടെ മുമ്പിലും സത്യത്തെ വാദിച്ചു നിൽക്കാൻ, സത്യത്തിന് തെളിവായി ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ബുർഹാൻ, ആ ബുർഹാനാണ് ഖുർആൻ. ഈ ബുർഹാനും ഈ ഫുർഖാനും ഈ നൂറും ഇതുമായിട്ടൊന്നും അതിന്റെ അവകാശികൾ എന്ന് പറയുന്ന മുസ്ലിങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല. ഒരു ബർക്കത്തിനായി ഒരു ഗ്രന്ഥം ചിലപ്പോ 1-2 മുസാഫുകൾ വീട്ടിലുണ്ടായിരിക്കും. അപ്പൊ ചിലപ്പോ സ്ത്രീകൾ അവരെ ഇങ്ങനെ നേരത്തെ ഓതിപ്പടിച്ച് സ്ഥിതിക്ക് എപ്പോഴെങ്കിലും ഒക്കെ നമസ്കാരത്തിന്റെ ശേഷമോ മറ്റോ അത് എടുത്ത് ഓതും, അതിനുശേഷം അവരുടെ ഒക്കെ ആണുങ്ങൾക്ക് അത് ഇട്ടിട്ട് ബന്ധമില്ല. ഇത് പല വീടുകളും നമ്മൾ കാണുന്നതാണ്. അതേ പ്രകാരം തന്നെ പുതിയ പഠിപ്പും പഠനവും പരിഷ്കരണവും ഒക്കെ വന്നപ്പോ നമ്മുടെ കുട്ടികളെയോ ആ ഖുർആൻ പഠിപ്പിക്കുന്നതിൽ നിന്ന് നമ്മൾ മാറ്റി. ഇപ്പോ ഏറ്റവും കൂടുതൽ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മദ്രസ വിദ്യാഭ്യാസമാണ്. എന്തുകൊണ്ടാണ്? അത് സാധാരണ നമ്മൾ തന്നെ കാരണക്കാർ. കാരണം എന്താണ്? നഴ്സറി വിദ്യാഭ്യാസം വന്നു. പല രൂപത്തിലുള്ള വിദ്യാഭ്യാസത്തിന്റെ അങ്ങേ ഉയർന്ന തരത്തിൽ മത്സരിച്ചുകൊണ്ട് തന്റെ കുട്ടി മുന്നോട്ട് പോകണം എന്ന ആഗ്രഹമുള്ളത് കൊണ്ട് വളരെ നേരത്തെ പല നഴ്സറി വിദ്യാലയങ്ങളും നമ്മുടെ നാട്ടിൽ തുടങ്ങുന്നത് 8 മണി 7:30 മണിക്കാണ്, 8 മണിക്കാണ്. അപ്പോൾ ആ നഴ്സറി വിദ്യാലയത്തിലേക്ക് കുട്ടികളെ അയക്കണമെങ്കിൽ മദ്രസ ഒരിക്കലും കുട്ടിയെ കിട്ടൂല. അങ്ങനെ വന്നാലോ ആ നഴ്സറി കഴിഞ്ഞിട്ട് കുട്ടികളെ മതപഠനത്തിന് വല്ല മാർഗമുണ്ടോ? ഇല്ല. കാരണം ആ നഴ്സറിയിൽ നിന്നും അതുപോലെ ഭൗതിക വിദ്യാഭ്യാസത്തിൽ നിന്ന് കിട്ടുന്നതിന്റെ ഹോംവർക്കുകളും അതിന്റെ PTA മീറ്റിങ്ങുകളും അതുമായി ബന്ധപ്പെട്ട ആരവങ്ങളും അതിനുമായിട്ടുള്ള ബന്ധങ്ങളും യുദ്ധവും ആ കുട്ടിയെ അതിൽ ശക്തനാക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളും അതിനിടക്ക് ഇവിടെ നഷ്ടപ്പെട്ടു പോകുന്നത് മതവിദ്യാഭ്യാസമാണ്. അങ്ങനെ അയാൾ വളരും, അയാൾ വിവാഹം കഴിക്കും, അയാൾക്ക് കുട്ടികളുണ്ടാകും, അയാൾ സമൂഹത്തിൽ കാര്യപ്പെട്ട സ്ഥാനങ്ങളിലെത്തും, ഉദ്യോഗങ്ങളിലെത്തും. പക്ഷെ ഖുർആൻ അറിഞ്ഞുകൂടാ. മുസ്ലിം സമുദായത്തിലെ എത്ര ആളുകളെ നമ്മളിങ്ങനെ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. സഹോദരന്മാരെ, ഇതിൽ നിന്ന് ഒരു മാറ്റം നമ്മുടെ സമുദായത്തിനുണ്ടാകണമെങ്കിൽ പ്രബോധന പ്രവർത്തനങ്ങളിൽ സജീവമായി മുന്നിൽ നിൽക്കുന്ന നമ്മുടെ സഹോദരന്മാർ ഇത് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഒറ്റപ്പെട്ട തലങ്ങളിലെങ്കിലും ഖുർആനിൽ നിന്ന് ഖുർആനുമായി യാതൊരു ബന്ധവുമില്ലാത്ത ആളുകളെ കണ്ടെത്തി അവരുമായി വളരെ സ്നേഹബുദ്ധിയ സംസാരിച്ച് അവർക്ക് ആൾക്കൂട്ടത്തിൽ വന്ന് പഠിക്കാൻ വിഷമമുണ്ടെങ്കിൽ സ്വകാര്യമായ അവരുടെ അടുക്കലെത്തി അവർക്ക് ആവശ്യമുള്ള സൗകര്യമുള്ള രൂപത്തിൽ അവരെ ഖുർആൻ പഠിപ്പിച്ച് ഖുർആനോട് താല്പര്യമുണ്ടാക്കുകയാണ്. അങ്ങനെ താല്പര്യം ജനിച്ചു കഴിഞ്ഞാൽ പല നമ്മുടെ ക്ലാസ്സുകളിലുമുള്ള അനുഭവങ്ങൾ പോലെ പിന്നെ റെഗുലറായി ക്ലാസ്സിൽ പങ്കെടുക്കുകയും ഖുർആൻ പഠിക്കുകയും ചെയ്യാൻ അവർ മുന്നിലായിരിക്കും. അപ്പോ ഈ ഒരു വലിയ വെളിച്ചമായ പ്രകാശമായ ഹിദായത്തിൽ നിന്ന് വലിയ ഒരു ശതമാനത്തോളം ആളുകൾ വളരെ അകലെയാണ് എന്ന് നമുക്ക് അറിയാവുന്ന വസ്തുതയാണ്. വിശുദ്ധ ഖുർആൻ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുമ്പോൾ വിശുദ്ധ ഖുർആൻ അത് നമുക്ക് ഒരു ശുപാർശകനായി, നമ്മുടെ പരലോകത്ത് നരകത്തിൽ നിന്ന് നമുക്കൊരു മറയായി, പടച്ചവന്റെ മുമ്പിൽ ശുപാർശകനായി വരുന്ന 2 കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഒന്ന് സൗമും, ഒന്ന് ഖുർആനും. സൗമം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ നമ്മുടെ ആഹാരവും സുഖങ്ങളും തടഞ്ഞു നോമ്പ് നോറ്റതിന്റെ അടിസ്ഥാനത്തിൽ. അതുകൊണ്ട് ഈ നോമ്പ് എന്നെ അനുഷ്ഠിച്ച അഥവാ ഈ ഇബാദത്ത് അനുഷ്ഠിച്ചവനെ നീ രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് നോമ്പ് വരും. അതുപോലെ തന്നെ ഖുർആൻ രാത്രിയിൽ നീണ്ട സമയം ഖുർആൻ പാരായണം ചെയ്ത് അങ്ങനെ നമസ്കരിച്ച കാരണത്താൽ അവന് ഉറക്ക് ഞാൻ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ കാര്യത്തിൽ ഞാൻ അവന്റെ പേരിൽ പറയുന്ന ശുപാർശ സ്വീകരിക്കണമെന്ന് ഖുർആനും പറയും. ഫയുശഫഅനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. 2 പേരും പറയുന്ന ശുപാർശ അല്ലാഹു കേൾക്കും.
പക്ഷെ ആർക്കാണ് ഖുർആന്റെ ശുപാർശ ലഭിക്കുക? ആരാണ് ഖുർആനുമായി ബന്ധപ്പെടുന്നത്? ആരാണ് ഒരു ദിവസമെങ്കിലും മുടങ്ങാതെ ആ ഖുർആൻ ഒന്ന് എടുത്ത് മറച്ചു നോക്കുന്നത്, ഖുർആൻ വായിക്കുന്നത്? പലപ്പോഴും നമ്മുടെ ക്ലാസ്സുകളുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ക്ലാസ്സുകളിൽ വന്ന് അപ്പണ് മറിക്കും, എന്നിട്ട് അങ്ങനെ കേൾക്കും, എഴുതാനുള്ളതൊക്കെ എഴുതി വെക്കും, നോട്ട് ബുക്കൊക്കെ എഴുതി വെക്കും, അതങ്ങനെ കൊണ്ടുപോയിട്ട് നമ്മുടെ മേശപ്പുറത്തട വെക്കും. അടുത്ത പ്രാവശ്യം എന്താണ് വെള്ളിയാഴ്ച ക്ലാസ്, അന്ന് എടുത്തു കൊണ്ടുവരും. പിന്നത്തെ മറക്കൽ എന്താണ്? ഈ ക്ലാസ്സിൽ വെച്ചിട്ടാണ്. സഹോദരന്മാർ അങ്ങനെ പോരാ. ഒരു ചെറിയ ഗൈഡൻസ് മാത്രമാണ് ക്ലാസ്സിൽ നിന്ന് കിട്ടുന്നത്. സ്വന്തമായി വായിക്കാനും സ്വന്തമായി പഠിക്കാനും സ്വന്തമായി കാര്യങ്ങൾ പുരോഗതിയിലെത്തുവാനുമുള്ള മാർഗങ്ങൾ നമ്മൾ അന്വേഷിക്കണം. അതുകൊണ്ട് തന്നെ ഇവിടെ കൂടിയ മിക്കവാറും ഇവിടെ സദസ്സിലുള്ളവരൊക്കെ പ്രവർത്തകന്മാരാണ്. അപ്പൊ പ്രവർത്തകന്മാരെന്ന നിലയ്ക്ക് പറയുവാനുള്ളത്, ഓരോ യൂണിറ്റുകളിലുമുള്ള പ്രവർത്തകന്മാർ ഇവിടെ ഉണ്ട്. ഇപ്പോൾ പരിപൂർണമായും നമ്മൾ ഏറ്റെടുത്ത ഈ ഒരു മാസത്തെ ക്യാമ്പയിൻ ആളുകളെ നേരിൽ കാണാനും, ഇപ്പോൾ നിലവിലുള്ള ഖുർആൻ ക്ലാസ്സിലേക്കോ അല്ലെങ്കിൽ പുതിയ ബാച്ചുകൾ ആരംഭിച്ചുകൊണ്ടോ ഇപ്പോൾ 35ഓളം ബാച്ചുകൾ ഉണ്ടെങ്കിൽ അത് 70 ആക്കാൻ ശ്രമിക്കുക. എല്ലാ യൂണിറ്റിലും തുടങ്ങട്ടെ. ഒരു 10 ബാച്ചുകളെങ്കിലും ഈ ഒരു മാസത്തെ ക്യാമ്പയിൻ കൊണ്ട് ഖുർആൻ പഠിക്കാൻ താല്പര്യമുള്ള, ഖുർആൻ പഠിക്കാൻ തയ്യാറായ ആളുകൾ ഉണ്ടാകുമെങ്കിൽ അതാണ് നമ്മളുടെ ഈ അധ്വാനത്തെ നമ്മൾ ന്യായീകരിക്കുവാൻ നമുക്ക് സാധിക്കുക. പരിശ്രമങ്ങളെ നമുക്ക് ന്യായീകരിക്കുവാൻ സാധിക്കുക. അതിന് നമുക്ക് കഴിയുമോ? ഒരാളെങ്കിലും ഖുർആൻ ക്ലാസ്സിലേക്ക് കൊണ്ടുപോകാൻ കഴിയുമോ? ഒരാളെങ്കിലും ഖുർആൻ പഠിക്കാൻ താല്പര്യമുണ്ടാക്കാൻ കഴിയുമോ? ഒരാളെങ്കിലും ഖുർആന്റെ സന്ദേശത്തിലേക്ക് നമ്മൾ വലിച്ചുകൊണ്ടുവരാൻ സാധിക്കുമോ? ഒരാൾക്കെങ്കിലും ഇതിന്റെ സന്ദേശം എത്തിക്കുവാൻ നമുക്ക് സാധിക്കുമോ? അതാണ് ക്യാമ്പയിൻ. അല്ലാതെ കുറെ ബാനർ ഉണ്ടാക്കി, കുറെ സ്റ്റിക്കർ ഉണ്ടാക്കി, അതുപോലെയുള്ള അവിടെയും ഇവിടെയും ഒട്ടിച്ചുകൊണ്ട് മാത്രം കാര്യമായില്ല. ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ഈ ഖുർആനെ സംബന്ധിച്ച് താല്പര്യം ജനിപ്പിച്ച് ആ ഖുർആൻ പഠിക്കുന്ന സദസ്സുകളിലേക്ക് അവരെ കൊണ്ടുവന്ന് അങ്ങനെ അതിന് അവരെ പ്രാപ്തമാക്കുന്ന നിലക്കുള്ള പ്രവർത്തനങ്ങളാണ് ആവശ്യം. അതുകൊണ്ട് തന്നെ ഒരു ടാർഗറ്റ്, ഇന്ന ദിവസം കഴിയുമ്പോഴേക്ക് ഇതാ പുതിയൊരു ബാച്ച് ഞങ്ങളുടെ യൂണിറ്റിൽ ഇപ്പോൾ തുടങ്ങാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഏൽപ്പിക്കപ്പെട്ട ദായിയെയോ നിങ്ങളുടെ ഏൽപ്പിക്കപ്പെട്ട ആളുകളെയോ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെയോ വിളിച്ചു പറഞ്ഞ് അതിനുള്ള സംവിധാനം ഒരുക്കുക. ഇത് ഈ ഇടയ്ക്ക് ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് സഹോദരന്മാരെ, ഖുർആൻ എന്ന് പറയുന്നത് ഒരു പ്രയാസവുമില്ലാതെ പഠിക്കാൻ കഴിയുന്നതാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹ് തന്നെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ. സൂറത്തുൽ ഖമറിൽ 4 തവണയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് ആവർത്തിച്ച് പറഞ്ഞത്. വിവിധ കാര്യങ്ങൾ കുറച്ച് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഇത് പറയും, വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ. വിശുദ്ധ ഖുർആൻ ചിന്തിക്കുന്നവർക്ക്, പഠനം നടത്തുന്നവർക്ക്, പരിചിന്തനം നടത്തുന്നവർക്ക് അള്ളാഹു എളുപ്പമാക്കിയിരിക്കുന്നു. ഫഹൽ മിൻ മുദ്ദക്കിർ. അങ്ങനെ ചിന്തിക്കാനും പഠിക്കാനും ആരെങ്കിലും തയ്യാറുണ്ടോ? പഠിക്കാൻ ഈ നമ്മുടെ ഇന്ത്യ രാജ്യം നിങ്ങൾക്കറിയാം, അവിടെ മാതൃഭാഷ അറബിയല്ല. വലിയ ഒരു സമൂഹം ആളുകൾ ഹിന്ദിയും ഉറുദുവാണ് സംസാരിക്കുന്നത്. പക്ഷെ ലോകത്ത് അറിയപ്പെട്ട വ്യാഖ്യാതമായ പണ്ഡിതന്മാർ, അതായത് വലിയ വലിയ ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ രചിച്ച ആളുകൾ, അവർ ഹിന്ദികളാണ്. അബുൽ വഫ സനാഉള്ള, അതുപോലെ തന്നെ നമ്മുടെ മുബാറക് ഫൂരി, ഇതുപോലെയുള്ള വലിയ ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുള്ള നമ്മുടെ മഹാപണ്ഡിതന്മാർ ഹിന്ദികളാണ്. ഇവിടെ ഔക്കാഫ് മന്ത്രാലയം സനത് കൊടുക്കാൻ വേണ്ടി ഗ്രന്ഥം വായിച്ചു കൊടുക്കാൻ 2 ആളുകളെ കൊണ്ടുവന്നതിൽ ഒന്ന് ഒരു ഹിന്ദി പണ്ഡിതൻ, ഒന്നൊരു പാകിസ്ഥാനി. അങ്ങനെ അവരുടെ മുമ്പിൽ ഹദീസ് ഗ്രന്ഥങ്ങൾ വായിക്കുകയാണ്, സനതടക്കാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നത് ഈ അറബി വംശജരായ ആരുമല്ല, നമ്മുടെ ഹിന്ദി വംശജരായ പണ്ഡിതന്മാരാണ് തിരുത്തി കൊടുക്കുന്നത്. ഹദീസിന്റെ സനദുകൾ ഇത്രയും സമർത്ഥമായി, ഇത്രയും അവഗാഹമായി മനഃപ്പാടമാക്കി, അങ്ങനെ ഹദീസ് ഗ്രന്ഥങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വചനങ്ങളാണല്ലോ ഖുർആന്റെ വ്യാഖ്യാനം, ഖുർആന്റെ വിശദീകരണം. അപ്പൊ ഖുർആൻ നിലനിൽക്കുന്നത് പോലെ തന്നെ ഹദീസുകൾ നിലനിൽക്കണം. ഖുർആന്റെ വിശദീകരണമാണത്. നമ്മുടെ ഇബാദത്തുകളും നമ്മുടെ പല അമലുകളുമായി ബന്ധപ്പെട്ടത് അതിന്റെ വിശദീകരണങ്ങളൊക്കെ ഹദീസിലാണുള്ളത്. അപ്പൊ നിലനിൽക്കണം. അപ്പൊ ഹദീസ് നിലനിൽക്കണമെങ്കിലോ ഹദീസ് മനഃപ്പാടം പഠിക്കണം. ഖുർആൻ മനഃപ്പാടമാക്കുന്നത് പോലെ തന്നെ ഹദീസ് മനഃപ്പാടമാക്കണം. അങ്ങനെ ധാരാളക്കണക്കിന് ഹദീസുകൾ മനഃപ്പാടം, അതിന്റെ സനദടക്കം മനഃപ്പാടമാക്കിയ പണ്ഡിതന്മാർ ആരാണ്? അവർ അറബികളല്ല. അപ്പൊ ആരെങ്കിലും അങ്ങനെ വിചാരിക്കുന്നുവെങ്കിൽ ഇത് അറബി ഭാഷയിലുള്ള ഗ്രന്ഥം, ഇത് പിന്നെ അറബികൾക്കാണ് കൂടുതൽ പോവുക, അറബികൾക്കാണ് ഇത് പഠിക്കാൻ, അങ്ങനെയല്ല. ഇത് ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാർക്കും പഠിക്കാൻ പറ്റുന്ന വിധം, ലോകത്തുള്ള എല്ലാ ആളുകൾക്കും മനസ്സിലാകുന്ന വിധം എളുപ്പമുള്ള ഒരു ഭാഷയാണ് അറബി. വളരെ വെറുതെ ഒരു ധാരണയാണ്. അറബി ഭാഷയിലെ ഗ്രാമറും അതിന്റെ നിയമങ്ങളും അതിന്റെ കെട്ടിക്കൊടുക്കുകളും അത് എത്ര പ്രയാസമാണ്. അങ്ങനെയല്ല. നമ്മൾ ഒരു ഹിന്ദി പാട്ടുകൾ എത്ര പെട്ടെന്നാണ് മൂളിപ്പാടാൻ പഠിക്കുന്നത്. എത്ര നല്ല കെട്ടിക്കൊടുക്കുള്ള വളരെ പ്രയാസകരമായ നമ്മുടെ ഗാനങ്ങൾ അതങ്ങ് 2, 3, 4 തവണ കേട്ട് കാസറ്റുകളൊന്ന് കേൾക്കുമ്പോഴേക്ക് കാണുമ്പോൾ നല്ല ഉഷാറായിട്ട് സ്റ്റേജിൽ നിന്ന് പാടുന്നത്. അതിനേക്കാളൊക്കെ എളുപ്പമാണ് സഹോദരന്മാരെ ഈ വിശുദ്ധ ഖുർആന്റെ മണവാട്ടി എന്നറിയപ്പെടുന്ന
അർ റഹ്മാൻ അല്ലമൽ ഖുർആൻ എന്നുള്ള സൂറത്ത് പഠിക്കാൻ നല്ല എളുപ്പമാണ്. കുറേ സൂറത്തുകൾ അത് ആയത്തുകൾ ആവർത്തിച്ചാണ്, ബാക്കിയുള്ള ഇടയുള്ളത് പഠിച്ചാൽ മതി. അങ്ങനെ പഠിച്ച് ഒരു സൂറത്ത് പഠിക്കാൻ അത്ര എളുപ്പമാണ്. അങ്ങനെ ഒന്ന് പരിശ്രമിച്ച് നോക്കിയാൽ ഒരു 2 ആയത്ത് 3 ആയത്ത് ഒരു ദിവസം, അങ്ങനെ പിറ്റേന്ന് 2 ആയത്ത് 3 ആയത്ത്, അങ്ങനെ 2-3 ആയത്തുകൾ എന്ന നിലയ്ക്ക് ഒരാഴ്ചയാകുമ്പോഴേക്ക് ഒരു സൂറത്ത് പഠിച്ചൂടെ? അല്ലെങ്കിൽ 2 ആഴ്ചയാകുമ്പോഴേക്ക് ഒരു സൂറത്ത് മനഃപ്പാടമാക്കിക്കൂടെ? ഓതാനാണെങ്കിൽ ഓതാൻ പഠിക്കാൻ ആവശ്യമായ എന്തെല്ലോ സംവിധാനങ്ങളുണ്ട്. കാസറ്റുകൾ കേൾക്കാം, നല്ല ഓത്തുകാരായ ആളുകളുടെ കാസറ്റുകൾ വാങ്ങി നമുക്ക് സൂക്ഷിക്കാം. അങ്ങനെ അത് ആവർത്തിച്ച് കേൾക്കുമ്പോൾ അവരെ അത് നീട്ടുന്നേരത്ത് നീട്ടാം, അവർ കുറുക്കുന്നിടത്ത് കുറുക്കാം. അവരുടെ ആ വ്യാകരണ നിയമം അനുസരിച്ച് നമുക്ക് ഓതി പഠിക്കാം. കൂടുതൽ വിവരമുണ്ടാകണമെങ്കിൽ നമ്മൾ പണ്ഡിതന്മാരോട് അവരോട് ചോദിച്ച് നമുക്ക് പഠിക്കാം. അപ്പൊ സ്വാഭാവികമായും ഈ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് അത് പഠിക്കാൻ അള്ളാഹു എളുപ്പമാക്കുകയും പഠിക്കുന്ന ആളുകളുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്തത് മുസ്ലിങ്ങളായ നമുക്ക് യഥാർത്ഥത്തിൽ ഖുർആന്റെ വചനങ്ങൾ അത് മനുഷ്യ സമൂഹത്തിൽ ഉണ്ടാക്കേണ്ട മാറ്റത്തെക്കുറിച്ച് മനുഷ്യരിൽ യാതൊരുവിധ മനുഷ്യന്മാർക്ക് യാതൊരു വിധത്തിലുള്ള പ്രതികരണം അതുണ്ടാക്കുന്നില്ല. എന്നാൽ ഈ ഖുർആൻ മനുഷ്യരല്ലാത്ത വല്ല മലകളിലും അത് ഇറങ്ങിയിരുന്നുവെങ്കിൽ ആ മലകൾക്കുണ്ടാകുന്ന മാറ്റത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. മനുഷ്യർക്ക് ഇത് യാതൊരു പ്രതികരണം ഉണ്ടാക്കുന്നില്ല. എത്ര വളരെ വ്യക്തമായി ഇതിന്റെ ആശയങ്ങളും കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് തന്നെ അതിന് നേരെ വിപരീതമായി മനുഷ്യന്മാർ പ്രവർത്തിക്കുമ്പോൾ ലോ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ഹശ്റിന്റെ അവസാനം പറയുന്ന ഒരു ആയത്താണിത്. എന്താണ്? ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ, ഒരു മലന്റെ മുകളിൽ കൊണ്ടുപോയി ഖുർആൻ അല്ലാഹു ഇറക്കിയിരുന്നുവെങ്കിൽ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ് തിൽക്കൽ അംസാലു നദ്രിബുഹാ ലിന്നാസി ലഅല്ലഹും യതഫക്കറൂൻ. ജനങ്ങൾക്ക് നമുക്ക് ചിന്തിക്കാൻ വേണ്ടി, വിശ്വാസികളായ നമുക്ക് ആലോചിക്കാനും ചിന്തിക്കാനും വേണ്ടി അള്ളാഹു എടുത്തു പറഞ്ഞു തരുന്ന ഉദാഹരണങ്ങളാണിത്. ഒരു സിംബോളിക്കായിട്ട് പറഞ്ഞു തരികയാണ്. ഇത് മലക്ക് മുകളിലാണ് അള്ളാഹു അവതരിപ്പിച്ചതെങ്കിൽ ആ കലാമിന്റെ, അള്ളാഹുവിന്റെ വചനങ്ങൾ കലാമുല്ലാ, അള്ളാഹുവിന്റെ കലാം എന്നാണ് അള്ളാഹു ഈ ഖുർആൻ എടുത്ത് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ആ കലാം ഒരു മലക്ക് മുകളിൽ ഇറങ്ങുകയാണെങ്കിൽ ആ മല കിടിലം കൊള്ളുകയും അത് അള്ളാഹുവിന്റെ ആ പ്രതാപത്തിന്റെ മുമ്പിൽ വിനയപ്പെടുകയും അത് പൊട്ടിപ്പിളരുകയും ചെയ്യുന്നത് കാണാൻ സാധിക്കും. എന്നാൽ മനുഷ്യർക്ക് ഇതിൻ്റെതായ യാതൊരു വിധ തഫ്സീറുമില്ല. എന്ന് മാത്രമല്ല, പലപ്പോഴും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഖുർആൻ ശരിക്ക് ശ്രദ്ധ കൊടുത്ത് കേൾക്കുന്നതിന് മാത്രമേ ഖുർആന്റെ കാസറ്റ് ഇടേണ്ടുള്ളൂ. പലപ്പോഴും ഖുർആന്റെ കാസറ്റോടെ പ്രവർത്തിക്കും, നമ്മളിവിടെ ഇങ്ങനെ സ്വറ പറഞ്ഞു വെക്കും. അപ്പൊ പലപ്പോഴും ഇങ്ങനെയുള്ള ഖുർആനുമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അവഗണന, അതിൽ നിന്ന് മാറി ഖുർആനുമായി നമ്മുടെ ബന്ധങ്ങൾ കൂടുതൽ ഊട്ടിയുറപ്പിക്കുവാൻ എല്ലാ അർത്ഥത്തിലുമുള്ള പരിശ്രമങ്ങൾ ചെയ്യണം. വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അഫലാ യതദബ്ബറുൽ ഖുർആന അം അലാ ഖുലൂബിഹിം അഖ്ഫാലുഹ. അല്ല, ഖുർആൻ അവര് ആലോചിച്ച് ചിന്തിച്ച് അവരത് പഠിച്ചു നോക്കുന്നില്ലേ? അല്ല, അവരുടെ ഹൃദയങ്ങൾ അതിന് പര്യാപ്തമല്ലാത്ത വിധം ആരെങ്കിലും പൂട്ടിയിട്ടുണ്ടോ? അതിന്റെ മേൽ ഹൃദയങ്ങളുടെ മേൽ പൂട്ടുകൾ വന്ന് വീണിട്ടുണ്ടോ എന്ന് ഖുർആൻ ചോദിക്കുന്നു. അഫലാ യതദബ്ബറുൽ ഖുർആൻ അം അലാ ഖുലൂബിഹിം അഖ്ഫാലുഹ. അല്ല, അവരുടെ ഹൃദയങ്ങളിൽ ആരെങ്കിലും പൂട്ടിട്ട് കളഞ്ഞോ? ഇതിന് ആവശ്യമില്ലാത്ത വിധം, അത് ചിന്തിക്കാത്ത വിധം, അതിനെക്കുറിച്ച് ആലോചിക്കാത്ത വിധം, എന്താണ് യാതൊരു വിധത്തിലുള്ള ഒരു ബോധവുമില്ലാത്ത ഒരവസ്ഥ അവർക്ക് വരാൻ കാരണം എന്താണ് എന്ന് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാം നന്മ അന്വേഷിക്കുന്നവരാണ്, സന്മാർഗം അന്വേഷിക്കുന്നവരാണ്. ആ സന്മാർഗത്തിലേക്ക് നമ്മളെ വഴി കാണിക്കുന്നത്, നേരായ മാർഗദർശനം നമുക്ക് നൽകുന്നത്, മാനവ സമുദായത്തിന് മാർഗദർശനം നൽകുന്ന ഒരു ഗ്രന്ഥമാണ്. ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലതി ഹിയ അഖ്വം വയുബശ്ശിറുൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്സാലിഹാത്തി അന്ന ലഹും അജ്റൻ കബീറ. സൂറത്ത് ബനി ഇസ്രായേലിന്റെ 9-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലതി ഹിയ അഖ്വം. ഏറ്റവും അക്വം, അതാണല്ലോ അതിന്റെ സൂപ്പർലേറ്റീവ് ഡിഗ്രിയിൽ ഏറ്റവും മെച്ചപ്പെട്ട നന്മ ഏതാണുള്ളത്? ആ നന്മയിലേക്കാണ് ഖുർആൻ വഴി കാണിക്കുന്നത്. മാത്രമല്ല, വിശ്വാസികളായ ആളുകൾക്ക് അതിൽ വിശ്വസിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ആ ഖുർആന്റെ അനുയായികൾ എന്ന നിലയ്ക്ക് അഭിമാനിക്കുകയും അതുമായി ബന്ധം സ്ഥാപിക്കുകയും ചെയ്ത വിശ്വാസികൾക്ക് അത് അല്ലദീന യഅമലൂന സ്സാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന വിശ്വാസികളായ ആളുകൾക്ക് അന്നലഹും അജ്റൻ കബീറ, അവർക്ക് മഹത്തായ പ്രതിഫലമുണ്ട്. അപ്പൊ ഖുർആനുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ, ഖുർആനിൽ നിന്ന്
നിന്നുണ്ടാകുന്ന പ്രചോദനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജീവിതത്തിൽ സംസ്കരണവും നമ്മുടെ വാക്കുകളിലും പ്രവൃത്തികളിലും നന്മകളും നമുക്ക് വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. അത് എല്ലാ അർത്ഥത്തിലും നമ്മളെ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു അമൂല്യമായ അള്ളാഹുവിന്റെ ഒരു അമൂല്യമായ വചനങ്ങളാണ് ഈ വിശുദ്ധ ഖുർആൻ എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ നിലക്ക് ഏറ്റവും മെച്ചപ്പെട്ടതിലേക്ക് വഴി കാണിക്കുന്ന ഈ ഗ്രന്ഥം അത് പഠിക്കുവാനും അത് മനസ്സിലാക്കുവാനും അത് നമ്മുടെ അമലിൽ ബന്ധപ്പെടുവാനും നമുക്ക് സാധിക്കണം. കാരണം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ, നിങ്ങൾക്കറിയാം, അദ്ദേഹത്തിന്റെ ഖുർആൻ പാരായണം, ഓരോ സൂറത്തിലുമുള്ള അദ്ദേഹത്തിന്റെ പാരായണത്തെക്കുറിച്ച് ഗ്രന്ഥങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഓരോ ലോഹറിൽ എന്താണ് ഓതിയിരുന്നത്, അസറിൽ എന്താണ് ഓതിയിരുന്നത്, മഗ്രിബിന് എന്താണ് അദ്ദേഹം പാരായണം ചെയ്തിരുന്നത്, ഇശാ നമസ്കാരത്തിൽ എന്താണ് ഓതിയിരുന്നത്, അതുപോലെ സുബൈ നമസ്കാരത്തിൽ ഏതൊക്കെ സൂറത്തുകൾ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഓതിയിരുന്നു, അതുപോലെ ഖിയാമുൽ ലൈലിൽ എങ്ങനെയാണ് നമസ്കരിച്ചിരുന്നു. ഇങ്ങനെ ധാരാളം ദീർഘമായ സൂറത്തുകൾ ഓതിക്കൊണ്ട് രാത്രിയിൽ നമസ്കരിക്കുകയും അങ്ങനെ ഒരു രാത്രിയുടെ ആദ്യത്തെ മൂന്നിൽ ഒരു ഭാഗം പൂർണ്ണമായും നമസ്കാരത്തിനും ബാക്കി മൂന്നിൽ 2 ഭാഗം അതിന്റെ ഉറക്കിനും മറ്റു കാര്യങ്ങൾക്കും ഉപയോഗപ്പെടുത്തിയ ചര്യയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ മാത്രമല്ല, നബിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള രാത്രി നമസ്കാരം നിർബന്ധമായിരുന്നു എന്നും നമുക്ക് ഹദീസുകളിൽ കാണാൻ, വിശുദ്ധ ഖുർആനിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇന്ന റബ്ബക യഅലമു അന്നക തഖൂമു അദ്നാ മിൻ സുലുസൈൽ ലൈലി വനിസ്ഫഹു വസുലുസഹു വതായിഫത്തു മിൻ ലദീന മഅക വല്ലാഹു യുഖദ്ദിറുൽ ലൈല വന്നഹാർ അലിമ അൻ ലൻ തഅസുഹു ഫതാബ അലൈക്കും ഫഖറഉ മാ തയസ്സറ മിനൽ ഖുർആൻ. ഖുർആനിൽ നിന്ന് നിങ്ങൾക്ക് എളുപ്പമുള്ളത് ഓതിക്കൊണ്ട് രാത്രിയിൽ നമസ്കരിക്കണമെന്നാണ് ആഹ്വാനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ആ നമസ്കാരം നിർബന്ധമാണ്. അതുകൊണ്ട് നബി അത് മുറ തെറ്റാതെ അദ്ദേഹത്തിന്റെ രാത്രി കാലങ്ങളിൽ നബി നിന്ന് നമസ്കരിക്കുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 1-2 തവണ നമസ്കരിച്ചപ്പോൾ ആ തറാവീഹ് നമസ്കാരം അങ്ങനെയാണ്. അദ്ദേഹത്തിന്റെ കൂടെ ആളുകൾ വന്നു, കുറച്ച് പിറ്റേന്നും വന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയപ്പെട്ടു, അവരുടെ മേൽ ഇത് നിർബന്ധമാക്കപ്പെടുമെന്ന് തോന്നിയപ്പോ നബി അന്ന് വരാതെയായി. അങ്ങനെയാണ് അത് നിർബന്ധമല്ല എന്നവർക്ക്, അങ്ങനെ താങ്കൾ എന്താണ് വന്നില്ല എന്ന് പറയുന്ന തരത്തിലുള്ള പിറ്റേന്ന് ആളുകൾ അന്വേഷിച്ചപ്പോൾ ഞാൻ ഖശീതു അൻ തുഫ്റദ അലൈക്കും, നിങ്ങളുടെ മേൽ ഈ നമസ്കാരം നിർബന്ധമാക്കപ്പെടുമോ എന്ന് പേടിച്ചുകൊണ്ടാണ് ഞാൻ വരാത്തത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോ നബി അത് സാധാരണ പതിവ് പോലെ നമസ്കരിക്കുന്നു. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ രാത്രിയിൽ നമ്മൾ പഠിച്ച ഖുർആൻ ഒന്ന് പാരായണം ചെയ്യാനും അതിന്റെ പാഠം നോക്കാനും പറ്റിയ ഒരു നല്ല അമലാണ് രാത്രിയുള്ള നമസ്കാരം. അപ്പോ അതിന്റെ പ്രതിഫലത്തെ കുറിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല. അത്രമാത്രം കൂലി നൽകപ്പെട്ട വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ വബിൽ ലൈലി ഖലീലൻ മാ യഹ്ജഊൻ വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ, അവർ വളരെ കുറച്ച് മാത്രമേ ഉറങ്ങുകയുള്ളൂ, മാത്രമല്ല പാതിരാവുകളിൽ അവർ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ് എന്നൊക്കെ രാത്രിയിൽ നമസ്കരിക്കുന്ന ആളുകളെ കുറിച്ചും അതുപോലെ അള്ളാഹുവിനോട് ഉത്തരം കിട്ടുന്ന ആ സന്ദർഭങ്ങളിൽ പ്രാർത്ഥിക്കുന്ന ആളുകളെ കുറിച്ചും ഒക്കെ ഖുർആൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഹദീസ് ഗ്രന്ഥങ്ങളിൽ ധാരാളമായി അതിനെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് അറിയാവുന്ന ചെറിയ സൂറത്തുകളാകട്ടെ അതിലും തുടങ്ങി രാത്രി നമസ്കരിക്കുന്നവരായിരിക്കണം. അങ്ങനെ രാത്രി നമസ്കാരം ഒരു പതിവാക്കി, ഒരു ഖിയാമുൽ ലൈൽ ഒരു പതിവാക്കിയാൽ അത് ഖുർആനുമായി ബന്ധപ്പെടാൻ പറ്റുന്ന ഒരു നല്ല അവസരമാണ്. അപ്പോ ഖുർആന്റെ പ്രതികൾ, ഒരു ചെറിയ ഒരു മുസാഫ് നമ്മൾ വാങ്ങി സൂക്ഷിക്കുകയും എന്നിട്ട് കിട്ടാവുന്ന നഷ്ടപ്പെടുത്തി കളയുന്ന സമയങ്ങളിൽ അതൊന്ന് മറച്ചു നോക്കി, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി 2-3 ആയത്തുകൾ ഒരു ദിവസം പഠിക്കാൻ ശ്രമിക്കുക. അപ്പൊ ആ നിലക്ക് അത് നമ്മളിൽ സ്വാധീനിക്കണം, നമ്മുടെ കുട്ടികളിൽ സ്വാധീനിക്കണം. നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും അവരുടെ സ്കൂളിലെ വിദ്യാഭ്യാസത്തെക്കുറിച്ച്, അവരുടെ വിഷയങ്ങളെക്കുറിച്ച് ടീച്ചർമാരോട് പോയി ബന്ധപ്പെടുന്നതും ചോദിക്കുന്നതും ഒക്കെ ഭയങ്കരമാണ്. അങ്ങനെ പലപ്പോഴും നിങ്ങൾ ഈ PTA മീറ്റിങ്ങിലൊക്കെ സ്കൂളിൽ എത്തിയാൽ കാണാൻ കഴിയും, അവിടെ ഓരോ ഓട്ടമാണ്, മാഷറിലേറ്റ് ഓടുന്ന മാതിരിയാണ്. കാരണം എന്താണ്, ഓരോ സബ്ജക്റ്റിനും ഓരോ ടീച്ചേഴ്സ് ഓരോ റൂമിലാണ് ഇരിക്കുക. അപ്പൊ ആ ടീച്ചേഴ്സിന്റെ അടുക്കൽ ചെന്ന് കുട്ടീനെ സംബന്ധിച്ച് ചിലപ്പോൾ 4-5 കാത്തിരിക്കുന്നുണ്ടാവും. എന്നാലും ഇയാൾക്ക് സംസാരിച്ചാൽ തീരൂല. എന്താണ് ആ കുട്ടി ഹോംവർക്ക് ചെയ്യുന്നുണ്ടോ, മറ്റേ ചെയ്യുന്നുണ്ടോ, ശരിയൊക്കെയാണോ, ഉത്തരം എഴുതുന്നുണ്ടോ, പിന്നെ ഇങ്ങനെ ചോദിച്ച് വളരെ സംതൃപ്തമായി മാത്രം എന്നിട്ട് വിഷമിച്ചുകൊണ്ട് ഇനിയും സമയം പോരാന്നുള്ളവർക്കാണ് അവിടെ ഇറങ്ങി പോരാറ്. എന്നാൽ നമ്മൾ പല മദ്രസകളും നടത്തുന്നുണ്ടല്ലോ, ആരെങ്കിലും പോയി ചോദിക്കാറുണ്ടോ, എന്റെ കുട്ടി എത്ര ഇന്ന് പഠിച്ചു, ഈ ഖുർആൻ എത്ര പഠിച്ചു, ഏത് സൂറത്താണ് ഇപ്പൊ മനപ്പാടമായിക്കൊണ്ടിരിക്കുന്നത്, ഞാൻ എന്താണ് അതിൽ ശ്രദ്ധിക്കേണ്ടത്, പിന്നെ അവന് താല്പര്യമുണ്ടോ, അവൻ എത്ര സൂറത്ത് പഠിച്ചു, ഇങ്ങനെ എന്തെങ്കിലും ഒരു ആശയവിനിമയം നമ്മുടെ മദ്രസകളിൽ പഠിക്കുന്ന നമ്മുടെ അധ്യാപകരുമായി, നമ്മുടെ കുട്ടികളെ മദ്രസയിൽ പഠിപ്പിക്കുന്ന അധ്യാപകരുമായി നമ്മുടെ ഇവിടുത്തെ ആളുകൾ കുടുംബങ്ങളായി ജീവിക്കുന്ന ആളുകൾ നടത്തുന്നില്ല. അങ്ങനെ നടത്താത്തിടത്തോളം, അങ്ങനെ നടത്തുമ്പോൾ എന്താവും, സ്കൂളിൽ കുറെയൊക്കെ അവഗാഹത്തോടുകൂടി സൂക്ഷ്മതയോടുകൂടി സ്കൂളിൽ നടത്താനും അവിടെ കൂടുതൽ പരിശോധിക്കാനും അവിടെ പാഠങ്ങൾ കവർ ചെയ്യാനും അതിന്റെ പരിശോധനക്കും ടെസ്റ്റുകൾക്കുമൊക്കെ അവർ കൂടുതൽ നിർബന്ധിതരായി തീരുന്നത് എന്തുകൊണ്ടാണ്? രക്ഷിതാക്കളുടെ ഈ ആകാംക്ഷയോടുകൂടിയുള്ള അന്വേഷണം. അവർ ഫീസ് കൊടുത്തിട്ടാണ് പഠിപ്പിക്കുന്നത്, മറ്റു കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ പഠിപ്പിക്കുന്ന കാര്യത്തിൽ
അതിന് പണം ചെലവാക്കുന്നിടത്തും നമുക്ക് പിശുക്കത്തരം, അതേ പ്രകാരം തന്നെ അവിടെ കുട്ടികളെ കുറിച്ച് അന്വേഷിക്കുന്നിടത്തും നമുക്ക് താല്പര്യമില്ലായ്മ. ഇത് ഒരു സമൂഹത്തിന്റെ മാത്രം രോഗമല്ല, മൊത്തത്തിൽ ബാധിച്ച ഒരു രോഗമാണ്. സഹോദരന്മാരെ, ഇത് മാറ്റിയെടുക്കാനാണ് നമ്മുടെ ഈ ദഅവ പ്രവർത്തനം ഉപകാരപ്പെടേണ്ടത്. കൂടുതൽ ആളുകളുടെ ഇടയിൽ ഇതിന്റെ പ്രാധാന്യം പറഞ്ഞ് മനസ്സിലാക്കി അവരെ ആ രംഗത്തേക്ക് കൊണ്ടുവന്ന് അങ്ങനെ നമ്മൾ ആ രംഗത്തേക്ക് അവരെ കൂടുതൽ താല്പര്യത്തോടുകൂടി വിളിച്ചു കൊണ്ടുവരുന്ന ഒരു ക്യാമ്പയിനാണ് നമ്മൾ നടത്തുന്നത്. അല്ലാതെ ഇവിടെ ഇന്നൊരു പ്രസംഗം, നാളെ എവിടെയെങ്കിലും ഒരു കുടുംബ ക്ലാസ്, അപ്പുറത്തേക്ക് എന്തെങ്കിലും ഒരു കാര്യം, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ അതുകൊണ്ടൊന്നും അത് ഒരു പരിധിത്തോളം ചില ഉപകാരങ്ങൾ കിട്ടുമെങ്കിലും അതല്ല നമ്മളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഈ ക്യാമ്പയിൻ കൊണ്ട് തീർച്ചയായും ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ സമാപന പരിപാടി നടത്തുന്നതിന് മുമ്പായിട്ട് ഏതെങ്കിലുമൊക്കെ യൂണിറ്റുകളിൽ പുതിയ ബാച്ചുകൾ തുടങ്ങുകയും പുതിയ ആളുകൾ ഇതിന്റെ പഠിതാക്കളായി മാറുകയും അങ്ങനെ കുറച്ച് ആളുകളെങ്കിലും ഖുർആൻ ഹിഫ്ളാക്കുന്നവരും. അപ്പൊ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അടുക്കൽ നമ്മൾ ഈ രീതി ഒന്ന് മാറ്റണം. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. സ്വയം മാറ്റത്തിന് തയ്യാറാവാത്ത ആളുകളെ അല്ലാഹ് മാറ്റുകയില്ല. സ്വയം മാറാൻ, അവരുടെ കാര്യങ്ങളിലുള്ള വീഴ്ചകൾ തിരുത്തി ഒരു തിരുത്തൽ നടത്താൻ നമ്മൾ തയ്യാറാണെങ്കിൽ വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലന, നമ്മുടെ മാർഗത്തിൽ അധ്വാനിക്കാൻ ആളുകൾക്ക് തയ്യാറുണ്ടോ ആ അധ്വാനം ഒരടി മുന്നോട്ട് വെച്ചാൽ അത് അള്ളാഹ് രണ്ടടി മുന്നോട്ട് വെക്കും. അള്ളാഹിന്റെ അടുക്കലേക്ക് നടന്ന് അങ്ങോട്ട് എടുക്കുമ്പോൾ അള്ളാഹു ഓടിയെടുക്കും. അള്ളാഹുവിന്റെ അടുക്കലേക്ക് നമ്മൾ ഒരു ചാണെടുക്കുമ്പോൾ അള്ളാഹു ഇങ്ങോട്ടൊരു മുഴമെടുക്കും, ഒരു മുഴമെടുക്കുമ്പോൾ ഒരു മാറെടുക്കും. ആ രൂപത്തിൽ നമ്മൾ ചെയ്യുന്നതിനേക്കാൾ വേഗതയിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുക, നമുക്ക് കാര്യങ്ങൾ എളുപ്പമാക്കിക്കൊണ്ടിരിക്കുക. ഇത് നമ്മളൊരു പരിശ്രമമായി, ഒരു അധ്വാനമായി, ഒരു പ്രതിജ്ഞയായി നമുക്ക് എടുക്കാൻ സാധിക്കുമെങ്കിൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഇതിൽ നിന്ന്. അതേ പ്രകാരം തന്നെ ഇപ്പോ ഒരു വലിയ ഈ മത പഠനം എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാ നിലക്കും അതിനെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതിലിടക്കാണ് ഇപ്പൊ ഏറ്റവും അടുത്തായി മതപഠനം പഠിക്കുന്ന ആളുകളാണ് ഇപ്പൊ തീവ്രവാദികളായി വരുന്നത്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ആലോചിക്കണം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നമ്മളെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു വെടി പൊട്ടിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പൊ നിങ്ങൾ എല്ലാവരും പത്രങ്ങളിലൂടെയൊക്കെ അത് വായിച്ചിട്ടുണ്ടാവും. ധാരാളക്കണക്കിന് അതിന്റെ പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ തന്നെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ആ ഈഴവനായ മുഖ്യമന്ത്രിയുടെ ഹൃദയത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഷേധമുള്ള സംഗതിയാണ്. അയാൾ എല്ലാ രംഗത്തും അത് പ്രകടിപ്പിക്കാവുന്ന വിധത്തിലൊക്കെ അയാൾ അത് പ്രകടിപ്പിച്ചിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ വന്നിട്ട് പറഞ്ഞു, ഇപ്പോ ഈ മലപ്പുറം ജില്ലയിൽ ഈ കുട്ടികൾ മുഴുവൻ ഉന്നതമായ സ്ഥാനത്തേക്ക് എത്തുന്നൊക്കെ കോപ്പി അടിച്ചിട്ടാന്ന് പറഞ്ഞു. അങ്ങനെ വേറെ ഏതെങ്കിലും മുസ്ലിം കേന്ദ്രങ്ങളിലൊക്കെ എത്തുമ്പോൾ ഒരുതരം പ്രത്യേകിച്ച് പ്രഷർ കൂടുകയും അതേ പ്രകാരം തന്നെ കഴിയുന്നത്ര ഇസ്ലാമിനെ നശിപ്പിക്കാൻ ആവശ്യമായ എല്ലാ പരിപാടികൾക്കും നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്ന, അതിനുള്ള എല്ലാ പരിശ്രമം നടത്തുന്ന അയാളുടെ ഒരു കമന്റാണ് ഇപ്പൊ ഏറ്റവും ഒടുവിൽ പൊട്ടിച്ച വെടിയാണ് മതപഠനമാണ്. അതിനെക്കുറിച്ച് വളരെ ആളുകൾ ആ കാര്യമായി ആലോചിക്കേണ്ടതാണ്. മതപഠനം നടത്തുന്നവരല്ല തീവ്രവാദികൾ. മതപഠനം എന്ന് പറഞ്ഞാൽ അവന്റെ ബാപ്പയെ ബഹുമാനിക്കണം, അവന്റെ ഉമ്മയെ ബഹുമാനിക്കണം, അവൻ സത്യം പറയണം, അവന്റെ രക്ഷിതാവായ അള്ളാഹുവിനെ വണങ്ങി അവൻ നമസ്കരിക്കണം, അവൻ നേര് പറയണം, അവന്റെ അയൽക്കാരെ ബഹുമാനിക്കണം, മറ്റാരുടേതും അവൻ മോഷ്ടിച്ചെടുക്കരുത്, അവൻ ഒരാളെയും ഉപദ്രവിക്കരുത്, അക്രമത്തിലേക്ക് അനീതിയിലേക്ക് പോകരുത്. അങ്ങനെ അവൻ ഒരുപാട് സ്വഭാവപരമായി അവന്റെ വ്യക്തിത്വം നൽകുന്ന ഏറ്റവും മഹത്തായ ഒരു സംരംഭമാണ് മതപഠനം. നേരെ മറിച്ച് ഇതൊന്നുമില്ലാതെ എല്ലാ അർത്ഥത്തിലും ഇങ്ങനെ ഈയാമ്പാറ്റകൾ ചത്തുപോകുന്ന മാതിരി, ഏതെങ്കിലും കാലികൾ എവിടെയെങ്കിലും കിടന്ന് ചത്തുപോകുന്ന മാതിരി മനുഷ്യൻ അങ്ങനെ മരിച്ചു പോവുകയാണ് എന്ന അടിസ്ഥാനത്തിൽ മരണശേഷം യാതൊന്നിനെ കുറിച്ചും ചിന്തിക്കാത്ത, മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ഒരു ബോധവുമില്ലാത്ത അങ്ങനെയുള്ള ആളുകൾ അവര് ഈ ഭൂമിയിൽ ഏത് രൂപത്തിൽ ജീവിച്ചാലും അവർക്ക് എന്താണ്, ആരോട് എന്ത് കടപ്പാടുകളാണ്? എത്രയും സമർത്ഥമായി കാര്യങ്ങൾക്ക് സ്വാധീനവും രാഷ്ട്രീയ സ്വാധീനവും മറ്റും നേടിയാൽ എന്ത് തോന്നിയാസവും ചെയ്യുവാൻ അവർക്ക് സാധിക്കും. അതിനൊന്നും കാരണം പരലോകത്തെ സംബന്ധിച്ചൊരു പേടിയുണ്ടെങ്കിൽ പടച്ചവന്റെ മുമ്പിൽ അമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവ. എന്നാൽ ഹവയിൽ നിന്ന് തനിക്ക് തോന്നിയ താതോന്നിത്വത്തിൽ നിന്ന് മൃഗീയ വികാരങ്ങളിൽ നിന്ന് തന്നെ തടഞ്ഞു നിർത്തി പടച്ചവന്റെ മുമ്പിൽ ഞാൻ നിന്ന് എന്റെ പ്രവർത്തനങ്ങൾക്കൊക്കെ മറുപടി പറയേണ്ടി വരുമെന്ന ഒരു ബോധത്തോടു കൂടി ജീവിക്കുമ്പോൾ ആ ജീവിതമാണ്, അവനാണ് യഥാർത്ഥത്തിൽ സ്വർഗാവകാശിയായി തീരുക, അവനാണ് പരലോകത്ത് ഉത്തമമായ പ്രതിഫലം കിട്ടുക. നേരെ മറിച്ച് മൃഗങ്ങളെക്കാൾ അധപ്പതിച്ച വിധത്തിൽ ആരോട്
കാഴ്ചപ്പാടുകളില്ലാതെ യാതൊരു ധാർമ്മിക മൂല്യങ്ങൾക്കും പ്രാധാന്യം കൊടുക്കാതെ കേവലമായ മനുഷ്യനെ ഭൗതിക അവയവവും ഭൗതിക ഉപകരണങ്ങളുമാക്കി മാറ്റുന്ന ഇത്തരം പ്രത്യയശാസ്ത്രത്തിന്റെ ആളുകളായി നിൽക്കുന്ന ആളുകളാണ് മതപഠനത്തെയും മതവിദ്യാഭ്യാസത്തെയും ഇപ്പോൾ അങ്ങേയറ്റം കൊഞ്ഞനം കാട്ടിക്കൊണ്ടിരിക്കുന്നതും. വളരെ അപകടകരമായ വിധത്തിൽ അവർക്കൊക്കെ എന്തെങ്കിലും അധികാര സ്ഥാനങ്ങളോ ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളോ കിട്ടിയാൽ അതുപയോഗിച്ച് ഈ മതപഠനത്തെ തടയണം എന്ന അർത്ഥത്തിലുള്ള പ്രോത്സാഹനവുമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. സഹോദരന്മാരെ, അത് നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കേണ്ടതാണ്. എന്നാൽ അതിനോടൊപ്പം തന്നെ ചില രൂപത്തിലുള്ള തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിൽ നമ്മുടെ ചില ആളുകൾ ഖുർആൻ ആ ആയത്ത് അടർത്തിയെടുത്ത്, ഇവിടുന്ന് ഈ ഹദീസ് അടർത്തിയെടുത്ത്, അവിടുന്ന് യുദ്ധങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുള്ള 2 ആയത്ത്, ഇവിടുന്ന് ജിഹാദിനെ പറഞ്ഞ 2 ഹദീസുകൾ, ഇതൊക്കെ എടുത്ത് അതിന്റെ അപ്പുറം വായിക്കൂല ഇപ്പുറം വായിക്കൂല. ഖുർആനെ കുറിച്ച് ഒരു വിവരവുമില്ല. ഇപ്പോൾ പലപ്പോഴും ഇങ്ങനെയുള്ള പോലീസ് പിടിയിലൊക്കെ അകപ്പെട്ട ആളുകളെ സംബന്ധിച്ച് പറഞ്ഞു നോക്കുമ്പോൾ അത് പത്രവാർത്ത ശരിയാണോ അല്ലാഹു ആലം, ഏതായാലും അവർക്ക് പ്രത്യേകിച്ച് മത ബാക്ക്ഗ്രൗണ്ടുകളോ അല്ലെങ്കിൽ ഒന്നുമില്ല എന്ന് മാത്രമല്ല, പലപ്പോഴും അങ്ങനെ പിടിക്കപ്പെടുന്ന ആളുകൾ ആ നാട്ടിലുള്ള ഏറ്റവും കുഴപ്പക്കാരായ ആളുകളുമായി അടുത്ത് സമ്പർക്കം പുലർത്തുന്നവരോ വളരെ മോശപ്പെട്ട പ്രവർത്തികൾ അറിയപ്പെടുന്ന ആളുകളായിട്ടാണ് ഇപ്പോൾ നമുക്ക് മാധ്യമങ്ങളിൽ നിന്ന് വായിക്കാൻ സാധിക്കുന്നത്. പക്ഷെ മാധ്യമങ്ങളെ സംബന്ധിച്ച് നമുക്ക് പൂർണ്ണമായും വിശ്വസിക്കാൻ പറ്റില്ല. അതിൻ്റെതായ പരിമിതികളൊക്കെ ഉണ്ട് എന്ന് മാത്രമല്ല, അവർക്കും ചില രഹസ്യ അജണ്ടകളുണ്ട്. നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ കണ്ണടയോടുകൂടി കാര്യങ്ങൾ നോക്കിക്കാണുന്നവരുണ്ട്. ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്ന ആളുകളുണ്ട്. എങ്കിലും നമ്മുടെ ഈ രൂപത്തിൽ രഹസ്യ ക്ലാസുകൾ കൊടുത്ത് അതിൽ അവർക്ക് ആവശ്യം മാത്രമായിട്ടുള്ള ആ ആയത്തിന്റെ അപ്പുറവും ഇപ്പുറവും ഒന്നും പരിശോധിക്കാതെ അതിന് മാത്രമുള്ള ആയത്തുകൾ മുറിച്ചെടുത്ത് അത് കുട്ടികളെ കൊണ്ട് കാണാതെ പഠിപ്പിച്ച് അതിന് അവർക്ക് ജിഹാദ് രക്തം കുത്തിക്കയറ്റി അവസാനം ഇങ്ങനെ എവിടെയെങ്കിലും പോയി ഒരു ബോംബ് വലിച്ചെറിഞ്ഞ് അങ്ങനെ ഇരുട്ടിലേക്ക് മറയുക ഭീരുക്കളെ പോലെ, അവസാനം അതിന് പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരുന്നത് മുസ്ലിം സമുദായമാണ്. ഈ രൂപത്തിൽ മത ചിഹ്നങ്ങളെയും മതപ്രമാണങ്ങളെയും ദുരുപയോഗപ്പെടുത്തി മതത്തെ സംബന്ധിച്ച് മറ്റുള്ള സമുദായത്തിനിടയ്ക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന വിധം പ്രവർത്തിക്കുക എന്ന് പറയുന്നതും ഗൗരവത്തോടുകൂടി നമ്മൾ കാണേണ്ട കാര്യമാണ്. യഥാർത്ഥ മതം ഒരാളെയും ആക്രമിക്കാൻ പ്രേരിപ്പിക്കുന്നില്ല, ഒരാളെയും അനീതിക്ക് വേണ്ടി പ്രേരിപ്പിക്കുന്നില്ല. നേരെ മറിച്ച് ലാ യജ്രിമന്നക്കും ശനാഅനു ഖൗമിൻ അലാ അല്ലാ തഅദിലു ഇഅദിലു ഹുവ അഖ്റബു ലിത്തഖ്വ. ഏതെങ്കിലും ഒരു സമൂഹത്തോട് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു വിദ്വേഷമുണ്ടെങ്കിൽ ആ വിദ്വേഷം അവരോട് അനീതി പ്രവർത്തിക്കുന്നതിന് നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ എന്നാണ് ഖുർആൻ പറയുന്നത്. അപ്പൊ ആ നിലക്ക് നമുക്ക് വ്യക്തമായി അഭിപ്രായ വിയോജിപ്പുള്ള ഒരുപാട് ആളുകളുണ്ടാകാം. അവരോട് ആ അഭിപ്രായ വിയോജിപ്പ് നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് അവർക്കെതിരെ അത് അനീതി പ്രവർത്തിക്കാനോ അക്രമം പ്രവർത്തിക്കാനോ നമ്മൾ പ്രേരിപ്പിക്കരുത് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അങ്ങനെ സമാധാനത്തിന്റെയും നീതിയുടെയും സന്ദേശമായ ആ മാർഗത്തിലേക്കാണ്, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, സുബ്രസലാം, ആ രക്ഷയുടെ സമാധാനത്തിന്റെ വഴിയിലേക്കാണ് ഈ ഖുർആൻ നമ്മളെ വിളിച്ചു കൊണ്ടുപോകുന്നത്. അപ്പോൾ ആ ഖുർആൻ പഠിക്കാനും അത് മനസ്സിലാക്കാനും ആ മാർഗങ്ങളിൽ പ്രവർത്തിക്കുവാനും സാധിക്കണം. മാത്രമല്ല, വിശുദ്ധ ഖുർആൻ പല ഹൈന്ദവ സംഘടനകൾ, പ്രത്യേകിച്ച് ഖുർആന്റെ പ്രതികൾ കത്തിക്കുന്ന പല ഫോട്ടോകളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഖുർആൻ കത്തിക്കുന്ന അവരതിന് അവകാശപ്പെടുന്നത് ഈ ഖുർആന്റെ ഉള്ളടക്കത്തിൽ മുഴുവനുമുള്ളത് തീവ്രവാദമാണ്. അങ്ങനെ മുസ്ലിങ്ങളല്ലാത്ത മുഴുവൻ ആളുകളെയും കൊന്നെടുക്കണം എന്ന ആഹ്വാനമാണ് ഇതിന്റെ അകത്തുള്ളത്. അതുകൊണ്ട് അതിനെ അടിയന്തരമായി നിരോധിക്കണമെന്ന് പറഞ്ഞ് ഒരു പൊട്ടൻ കേസ് കൊടുത്ത കഥയൊക്കെ നമ്മുടെ നാട്ടിൽ കോടതിയിലെത്തി. അങ്ങനെ കോടതി തള്ളിക്കളഞ്ഞതൊക്കെ നമ്മൾ വാർത്തകളിൽ വായിച്ചതാണ്. സഹോദരന്മാരെ, 2 കാരണങ്ങളാൽ: ഒന്ന്, അവർ ഖുർആൻ പഠിക്കുന്നില്ല. ഈ ജിഹാദുമായി ബന്ധപ്പെട്ട അതിന്റെ ചരിത്രവും എപ്പോഴൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം ചെയ്തത്, ആ യുദ്ധത്തിൽ നബി എന്തു ചെയ്തു, ശത്രുക്കളെ എങ്ങനെയാണ് നബി നേരിട്ടത്, അങ്ങനെ ഓരോ നബിയുമായി ബന്ധപ്പെട്ട അദ്ദേഹം പങ്കെടുത്ത മുഴുവൻ യുദ്ധങ്ങളുടെ ചരിത്രവും അത് മനസ്സിലാക്കുന്നില്ല. അതൊക്കെ ഒരു വലിയ വിഷയമായി പരാമർശിക്കേണ്ട കാര്യങ്ങളാണ്. അതുമായി ബന്ധപ്പെട്ട് പഠിച്ചാൽ മാത്രമേ അങ്ങനെയുള്ള കാര്യങ്ങൾ ബോധ്യപ്പെടാൻ സാധിക്കുകയുള്ളൂ. നേരെ മറിച്ച് നിങ്ങൾ എവിടെ കണ്ടാലും മുശ്രിക്കുകളെ കൊല്ലണം, എവിടെ കണ്ടാലും കാഫറുകളെ കൊല്ലണം, അതിനൊക്കെ ഓരോ സാഹചര്യങ്ങളുണ്ട്. പരിപൂർണമായും എല്ലാ അർത്ഥത്തിലും സമാധാനപരമായി ജീവിക്കുന്ന, യാതൊരു വിധത്തിലും ആർക്കും ഉപദ്രവമില്ലാതെ അവരുടെ വിശ്വാസവും സ്വാതന്ത്ര്യവും ജീവിക്കുന്നിടത്ത് അതിന് അനുവദിക്കാത്ത വിധം പരിപൂർണമായും ഒരു മുസ്ലിം സൊസൈറ്റിക്ക് അപകടമുണ്ടാക്കുന്ന തരത്തിൽ ഒരു മുസ്ലിം ഭരണാധികാരവും സംവിധാനങ്ങളും നിലവിലുള്ളിടത്ത്, അതിന് ഭീഷണിയായി വരുന്നിടത്ത് അവരെ ഒതുക്കണം എന്നതിനെ സംബന്ധിച്ചാണ് ആ പറഞ്ഞതെല്ലാം. അതിനെക്കുറിച്ചൊക്കെ മുഫസ്സിരിങ്ങളായ ആളുകൾ, ഖുർആൻ വ്യാഖ്യാനിച്ച ആളുകൾ വളരെ സവിധിതം പ്രതിപാദിച്ചിട്ടുണ്ട്. വളരെ സവിസ്തരമായി അവർ അത് പ്രതിപാദിച്ചിട്ടുണ്ട്. അല്ലാതെ കണ്ണെടുത്തൊക്കെ ആ മുസ്ലിങ്ങളെ കൊല്ലണമെന്നല്ല. ലാ യൻഹാകുമുല്ലാഹു അനില്ലദീന ലം യുഖാതിലുകും ഫിദ്ദീനി വലം യുഖ്രിജുകും മിൻ ദിയാരികും അൻ തബർറുഹും വതുഖ്സിതു ഇലൈഹിം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. ലാ യൻഹാകുമുല്ലാഹു അനില്ലദീന ലം യുഖാതിലുകും ഫിദ്ദീനി, മതത്തിൽ നിങ്ങളോട് സംഘട്ടനത്തിന് വരാതിരിക്കുകയും വലം യുഖ്രിജൂക്കും മിൻ ദിയാരിക്കും, നിങ്ങളുടെ വീടുകളിൽ നിന്ന് ഭവനങ്ങളിൽ നിങ്ങൾ ആട്ടിയോടിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളോട് പുണ്യം ചെയ്യുന്നതിൽ നിന്നും
അവരോട് അനീതിപൂർവ്വം സമീപിക്കുന്നതിൽ നിന്നും അള്ളാഹു നിങ്ങളെ വിലക്കുന്നില്ല. അവരുമായി നല്ല നിലക്ക്, മാന്യമായ നിലക്ക്, മനുഷ്യത്വപരമായ നിലക്ക് സാമൂഹിക ജീവിതത്തിൽ നിങ്ങൾക്ക് സമ്പർക്കം പുലർത്താം, അവർക്കിടയിൽ നിങ്ങൾ ജീവിക്കാം. പക്ഷേ ഇസ്ലാമികമായ ചില പരിധികളുണ്ട്, ആ പരിധികൾ പാലിക്കണം. കാരണം നമുക്ക് നമ്മുടേതായ ആചാരങ്ങളുണ്ട്, നമ്മുടേതായ മതവിധികളുണ്ട്. അതുകൊണ്ട് തന്നെ ആ ആചാരങ്ങളും മതവിധികളിൽ നിന്നുകൊണ്ട് ശിർക്കിലേക്കും ബിദ്അത്തുകളിലും ശിർക്കുകളിലും അന്ധമായ വിശ്വാസങ്ങളിലും ബഹുദൈവാരാധനാപരമായ വിശ്വാസങ്ങളിൽ ഇടപെട്ട ആചാരങ്ങളിൽ നമ്മൾ ഇടപെടാൻ പാടില്ല. അവർക്ക് അവരുടെ മതം, ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എന്റെ മതം. ആ ആദർശമനുസരിച്ച് നമ്മൾ നമ്മുടെ ആദർശത്തിന്റെ പവിത്രത കാത്തു സൂക്ഷിച്ച് അതിൽ മായം ചേർക്കാതെ ആ വിശ്വാസത്തിൽ തൗഹീദിലായി നമ്മൾ ജീവിക്കുക. അപ്പുറത്ത് അമ്പലങ്ങൾ ഉണ്ടാകട്ടെ, ആ അമ്പലങ്ങളിൽ അമ്പലത്തിന്റെ ആളുകൾ ആരാധിക്കട്ടെ, അവരുടെ ആഘോഷങ്ങളും നടപടിക്രമങ്ങളും അവിടെ നടത്തിക്കൊള്ളട്ടെ. അതേസമയം പള്ളിയിലുള്ള ആരാധനയ്ക്ക് അത് വിഘാതമാകാൻ പാടില്ല, പള്ളിയിലുള്ള ആരാധന അവിടെ ആരാധനയ്ക്ക് വിഘാതമാകാൻ പാടില്ല, അവിടെ ദൈവങ്ങളെ പരസ്യമായി നമ്മൾ ചീത്ത പറയാൻ പാടില്ല. അപ്പോൾ ഇങ്ങോട്ടും അതേപോലെയുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദർശത്തെ നേരിട്ടുകൊണ്ട് വിശകലനം ചെയ്ത് ആളുകൾക്കിടയിൽ സത്യാസത്യ പ്രബോധനം നടത്തുവാനുള്ള സ്വാതന്ത്ര്യം നിലനിൽക്കുമ്പോൾ അവർക്ക് അവരുടെ മതം പ്രചരിപ്പിക്കാം, നമുക്ക് നമ്മുടെ മതം പ്രചരിപ്പിക്കാം. ഓരോരുത്തർക്കും അവരുടെ ആശയത്തിലേക്ക് ആളുകളെ ക്ഷണിക്കാം, ഓരോരുത്തർക്കും ഇഷ്ടമുള്ളത് സ്വീകരിക്കും. ഒമൻ ഷാഫൽ യുമിൻ ഒമൻ ഷാഫിലേക്ക് അല്ലാഹു ഖിയാർ നൽകിയിരിക്കുന്നു. സത്യം ഇന്നതാണെന്ന് ആളുകൾക്ക് മുമ്പിൽ ബോധ്യപ്പെടുത്തി കൊടുത്തിട്ട് അത് സ്വീകരിക്കണമെന്ന നിർബന്ധ ബുദ്ധി അവന്റെ മുമ്പിൽ നമ്മൾ പ്രകടിപ്പിക്കേണ്ടതില്ല. ഇന്നമാ അന്ത മുദക്കിർ ലസ്ത അലൈഹിം ബിമുസൈത്തിർ, നീ ഉത്ബോധിപ്പിക്കുന്നവൻ മാത്രമാണ്, ജനങ്ങളോട് ഉപദേശിക്കുക, കാര്യം സത്യം ഇന്നതാണെന്ന് പറഞ്ഞു കൊടുക്കുക. അവരുടെ മേൽ അധികാരം സ്ഥാപിച്ചുകൊണ്ട് ഈ വിശ്വാസത്തിലേക്ക് അവരെ ബലപ്രയോഗം ഉപയോഗിച്ച് കൊണ്ടുവരേണ്ട കാര്യം നിനക്കില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമീപനമാണ് സ്വീകരിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് സ്വീർ ചെയ്ത വലീദ് ഇബ്നു അസ്സം എന്ന് പറയുന്ന ആൾ, ആ വലീദ് ഇബ്നു മലക്കുകളാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്ന മലക്കും വേറൊരു മലക്കും നബിയുടെ അടുക്കൽ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബാധിച്ച സിഹ്ർ അവര് പരസ്പരം സംസാരിക്കുന്നതിൽ നിന്ന് എനിക്ക് തിരിയുകയും അങ്ങനെ എവിടെയാണ് ആ സിഹ്ർ ചെയ്തു വെച്ചതെന്ന് സ്ഥലം കണ്ടെത്തുകയും അതിൽ നിന്ന് അത് പുറത്തെടുക്കുകയും ആ പുറത്തെടുക്കുന്നത് വരെ നബി അതിന്റെ കരയിലിരിക്കുകയും എല്ലാം കണ്ട് മനസ്സിലാക്കി അവസാനം ആരാണ് ഈ പണി ചെയ്തത് എന്ന് മലക്കുകളുടെ സംഭാഷണത്തിൽ നിന്നാണ് വലീദ് ഇബ്നു അസ്സം എന്ന് പറയുന്ന വലിയൊരു മാരണക്കാരനാണ് ഈ പണി ചെയ്തത്. പിന്നെ ഖൈബറിൽപ്പെട്ട ഏതാനും ജൂതന്മാർ വന്ന് ആവശ്യപ്പെട്ടതിനനുസരിച്ചാണ് നബിക്ക് അവർ സിഹ്ർ ചെയ്തത്. അങ്ങനെ അതിന്റെ ഒരു വർഷത്തിന് ശേഷം അത് നബിയിൽ പ്രതികരണം ഉണ്ടാക്കുകയും അല്ലറ ചില്ലറ ശാരീരികമായ ഭൗതികമായ മനസ്സിനല്ല, നബിക്ക് മനസ്സിനൊന്നും ബാധിക്കാൻ സാധ്യമല്ല, പ്രവാചകന്മാരുടെ മനസ്സിനൊരു തകരാറും സംഭവിക്കുകയില്ല. നേരെ മറിച്ച് ശാരീരികമായ അവർക്ക് രോഗം വരും, അവർക്ക് പട്ടിണികൾ വരും, അവർക്ക് ശാരീരികമായ എല്ലാ അസ്വാസ്ഥ്യങ്ങളും വേദനകളും അവർക്ക് അനുഭവപ്പെടും. പനി വന്നാൽ അവർക്ക് അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാകും, അതുപോലെ തന്നെ വിശന്നാൽ അവർക്ക് വിശക്കും. അതുപോലെയുള്ള മാനുഷികമായി ശരീരത്തിനെ ബാധിക്കുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് ബാധിക്കും. ആ നിലക്കുള്ള ചില കാര്യങ്ങൾ മാത്രമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹ്ർ ഉണ്ടായത്. അല്ലാതെ അദ്ദേഹത്തിന്റെ വഹയി പരിപൂർണമായി സംരക്ഷിക്കപ്പെട്ടതാണ്. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ, നാമാണ് ആ ദിക്ർ, ആ വഹയി അവതരിപ്പിച്ചത്, അതിനെ നമ്മൾ സംരക്ഷിക്കും. എല്ലാ നിലക്കും അദ്ദേഹത്തിന് ശാരീരികമായി ബാധിച്ച ഈ സിഹ്ർ അല്ലെങ്കിൽ ഈ മാരണം അദ്ദേഹത്തിന്റെ വഹയിനെയോ അദ്ദേഹത്തിന്റെ മനസ്സിനെയോ അദ്ദേഹത്തിന്റെ ആ പ്രവാചകത്വത്തെയോ ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയുള്ള വലീദ് ഇബ്നു അസ്സമിനെ സംബന്ധിച്ച് നബിക്ക് ബോധ്യപ്പെട്ടിട്ട് പോലും ആ വലീദ് ഇബ്നു അസ്സമിനെ പിടിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊന്നിട്ടില്ല, അല്ലെങ്കിൽ പ്രതികാര നടപടി നബി സ്വീകരിച്ചിട്ടില്ല. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സമീപനത്തിൽ നിന്ന് തന്നെ ഒരു ആദർശത്തിന്റെ സ്വതന്ത്രമായ നടത്തിപ്പിന് വിഘാതം സൃഷ്ടിക്കുകയും സത്യത്തിന് തടസ്സമായി നിൽക്കുകയും ഒരാളുടെ മതസ്വാതന്ത്ര്യത്തിന് വിഘാതമായി നിൽക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ അതിൻ്റെതായ സംവിധാനങ്ങളോടുകൂടി കൃത്യമായ ഒരു നേതൃത്വം, ആ നേതൃത്വത്തിന്റെ ആഹ്വാനപ്രകാരം ആ നേതൃത്വത്തിന്റെ കീഴിൽ നടത്തുന്ന ഒരു ഇബാദത്താണ് യഥാർത്ഥത്തിൽ ജിഹാദ് എന്ന് പറയുന്നത്. അതെല്ലാവർക്കും ആ സന്ദർഭത്തിൽ ആഹ്വാനം ലഭിച്ചാൽ നിർബന്ധവുമാണ്, അതിന് പിന്താനും പാടില്ല. യുദ്ധക്കളത്തിൽ നിന്ന് ഓടിപ്പോകുന്നത് പോലും മഹാപാപമാണ് ഇസ്ലാമിൽ. അങ്ങനെയുള്ളതാണ് ഇസ്ലാമിലെ ജിഹാദ്. അല്ലാതെ ഏതെങ്കിലും ഒരു ഗൾഫ് റിട്ടേൺ, കുറെ കാലം ഗൾഫിൽ ജീവിച്ച് യാതൊരു വിധത്തിലുള്ള ജോലിയും ഗുരുത്വം പിടിക്കാതെ നാട്ടിൽ പോയി അവസാനം പിന്നെ നല്ല ജോലി തീവ്രവാദമാണെന്ന് മനസ്സിലാക്കി അവസാനം കുറച്ച് യുവാക്കളെയൊക്കെ സംഘടിപ്പിച്ച് അതിനാവശ്യമായ കുറച്ച് വേഷങ്ങളൊക്കെ കെട്ടി എന്നിട്ട് ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു രഹസ്യ അറകളുണ്ടാക്കി അവിടെ പരിശീലനങ്ങൾ തുടങ്ങി അവസാനം ഈ ജനങ്ങളുടെ സ്വൈരജീവിതത്തിന് വിഘാതമുണ്ടാക്കുന്ന ദുഷ്പ്രവൃത്തികളും പ്രതിരോധ പ്രവർത്തികളും പഠിപ്പിച്ച് അവസാനം ആള് പ്രശ്നമുണ്ടാക്കി എവിടെയെങ്കിലും ഒരു പന്തം വലിച്ചെറിഞ്ഞ് എവിടെയെങ്കിലും ഒരു കുന്തം വലിച്ചെറിഞ്ഞ് അങ്ങനെ ഓടി രക്ഷപ്പെടുകയും മലമുകളിൽ കയറി രക്ഷപ്പെടുകയും അവസാനം സാധുക്കളായ നിരപരാധികളായ ആളുകൾ നിരന്തരം ഒരുപാട് ആളുകൾ അതിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന ആ കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നിരോധിച്ച സംഗതിയാണ്. എന്താണ്? വളരെ വ്യക്തമായി വിശുദ്ധ പറഞ്ഞിട്ടുണ്ട്. ഒരു നിങ്ങളിൽ നിന്ന് അക്രമം പ്രവർത്തിച്ചവരായ ആളുകൾക്ക് മാത്രമായി അതിന്റെ നാശം പിടികൂടുകയില്ല, എല്ലാവർക്കുമായിരിക്കുന്ന ദോഷം. അങ്ങനെയുള്ള ഫിത്നയെ നിങ്ങൾ സൂക്ഷിക്കണം. ഫിത്ന എല്ലാം തിരികൊളുത്തിയിടും, എന്നാൽ അതിന്റെ വരും വരായികൾ ഏറ്റെടുക്കാൻ, അതിന്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ ധൈര്യപൂർവ്വം ഞാനാണ് ചെയ്തതാണെന്ന് പറയാനൊന്നും ആരുമില്ല.
ഏറ്റവും മോശപ്പെട്ട നിലക്ക് ധൈര്യമായി ശത്രുക്കളുടെ മുമ്പിൽ ധീരമായി നിന്നുകൊണ്ട് പടവെട്ടിയ യുദ്ധചരിത്രവും, എന്നാൽ വളരെ സ്വകാര്യമായി പാതിരാവിന്റെ ഒളിവിൽ പോയി നിരപരാധികളുടെ മേൽ കുന്തവും പന്തവും വലിച്ചെറിഞ്ഞ് തിരിച്ചു വന്ന് ഒളിച്ചോടി അവസാനം അതിന്റെ പേരിൽ നിരപരാധികളായ മുസ്ലിം ഉമ്മപങ്ങന്മാരെ വീടുകളിൽ നിന്ന് വലിച്ചിറക്കുകയും അവിടെ വീടുകൾ കത്തിക്കപ്പെടുകയും അവിടെ മരങ്ങൾ വെട്ടി നശിപ്പിക്കപ്പെടുകയും അവിടെ കച്ചവട സ്ഥാപനങ്ങൾ കൊള്ളയടിക്കപ്പെടുകയും അവിടെ ആരാധനാലയങ്ങളുടെ മേൽ മലിനങ്ങൾ വലിച്ചെറിയുകയും ചെയ്യുന്ന എത്രയെത്ര ദുര്യോഗമാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം തീവ്രവാദ ചിന്തകളിൽ അകപ്പെട്ടുപോയ ചെറുപ്പക്കാരായ ആളുകൾ അവർ പുനരാലോചന നടത്തണം. അങ്ങനെയല്ല ഇസ്ലാം കൽപ്പിക്കുന്നത്. നേരെ മറിച്ച് സമാധാനപരമായി നിങ്ങളുടെ സന്ദേശങ്ങൾ അവർക്കിടയിൽ പ്രചരിപ്പിക്കുക, ഇസ്ലാമിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ നീക്കുക. നിങ്ങളുടെ ഈ ദുശ്ചെയ്തികളും നിങ്ങളുടെ ഈ നീക്കങ്ങളും യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി ശത്രുക്കൾ ഉപയോഗപ്പെടുത്തുകയാണ്. കണ്ടോ അവിടെ പ്രവർത്തനം, കേട്ടോ അവിടെ പ്രവർത്തനം എന്ന് പറഞ്ഞുകൊണ്ട് അതിനായി വലിച്ചു നീട്ടി മാധ്യമങ്ങൾ വണ്ടക്ക നിരത്തുന്നു, പ്രാസംഗികന്മാർ പ്രസംഗിക്കുന്നു, രാഷ്ട്രീയക്കാർ ദുരുപയോഗപ്പെടുത്തുന്നു. അങ്ങനെ നമ്മുടെ നാട്ടിലെ മുഴുവൻ സംവിധാനങ്ങളും ഈ പരിശുദ്ധമായ പവിത്രമായ ദീനിനും ഇസ്ലാമിനും അതിന്റെ ചിഹ്നങ്ങൾക്കുമെതിരെ ഉപയോഗപ്പെടുത്തുന്ന ഏറ്റവും അപകടകരമായ ഒരു പ്രവണതയാണ് അതുകൊണ്ട് വന്നു ചേരുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ നിന്ന് നമ്മുടെ ചെറുപ്പക്കാരെ നമ്മൾ രക്ഷപ്പെടുത്തേണ്ടതുണ്ട്. മതം എന്ന് പറയുന്നത് ഒരർത്ഥത്തിലും ഒരാൾക്കും ഉപദ്രവകരമല്ല. മതം സമാധാനത്തിൻ്റെതാണ്, മനുഷ്യർക്ക് മോക്ഷമാണ് അത് മുന്നോട്ട് വെക്കുന്നത്, രക്ഷയാണ് അത് മുന്നോട്ട് വെക്കുന്നത്. അവരുടെ കുടുംബത്തിന്റെയും അവരുടെ സമ്പത്തിന്റെയും അവരുടെ മക്കളുടെയും അവരുടെ ജീവിതത്തിന്റെയും അത്യന്തികമായ ലക്ഷ്യമാണ് മതം അവരോട് പറയുന്നത്. അത് പഠിക്കാനും അത് മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളുവാനും വേണ്ടി അവർ തയ്യാറാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ തെറ്റിദ്ധാരണകളൊക്കെ നീങ്ങും. അത് തിരുത്തുക, ഇതിനാണ് നമ്മൾ മെനക്കെടേണ്ടത്. ആ രൂപത്തിൽ അധ്വാനിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. റഹ്മാനായ റബ്ബ് അവന്റെ മതം ശരിയായ അർത്ഥത്തിൽ പഠിക്കുകയും അവനെ ഗ്രന്ഥം വായിക്കുകയും അത് മനഃപ്പാടമാക്കുകയും അതിന്റെ ആശയം മനസ്സിലാക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന സജ്ജനങ്ങളിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. കഴിയുന്നതിന്റെ പരമാവധി നമ്മുടെ സമ്പത്ത് കൊണ്ട്, നമ്മുടെ അറിവ് കൊണ്ട്, നമ്മുടെ ആരോഗ്യം കൊണ്ട് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മൾ അവന്റെ മാർഗത്തിൽ ചെയ്യുന്ന മുഴുവൻ പ്രവർത്തികളും നിഫാഖിൽ നിന്നും റിയായിൽ നിന്നും അതുപോലെ തന്നെ ലോകമാന്യതയിൽ നിന്നുമെല്ലാം അള്ളാഹു സംരക്ഷിച്ചുകൊണ്ട് ഏറ്റവും സ്വീകാര്യമായ സാലിഹായ ഒരു കർമ്മമായി അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ മരണശേഷം നമ്മുടെ മഅ്ശറയിൽ സമാധാനത്തിന്റെ ഒരു നിഴലായി തണലായി നമ്മുടെ സാലിഹായ കർമ്മങ്ങൾ നമുക്കുണ്ടാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം റബ്ബനാ ഇഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ റബ്ബനാ സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത് മുസ്തഖറ മുഖാമ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അയ്ൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക അലാ അബ്ദിക വറസൂലിക മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും. كاذبة خاطئة فليدع ناديه سندع الزبانية كلا لا تطعه واسجد واقترب